പല സംഘടനകളുടെ ആത്മീയമായി ബന്ധപ്പെട്ട സംഘടനകളുടെ ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു ഓളം നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് ഉണ്ടാവുകയില്ല. അത് നമ്മൾ നാടിൽ പരമ്പരാഗതമായി കാണുന്നതും കേട്ടറിഞ്ഞതും അതുപോലെ തന്നെ റെക്കോർഡുകളിൽ കൂടെ കേട്ട് പഠിച്ച പാട്ടുകളും ഒക്കെ പാടി നമുക്കൊരു എന്താ പറയുന്ന ഒരു ഹോളം, നല്ലൊരു ബഹളം വെച്ച് നമുക്ക് കുറച്ച് സന്തോഷം അതിലൂടെ നമുക്ക് കിട്ടും. നമുക്കറിയാവുന്ന റെക്കോർഡ് സോങ് പാടുന്നു, പിന്നെ അതുപോലെ നമുക്കറിയാവുന്ന പ്രാർത്ഥനകൾ പാടുന്നു. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേന് ചിലത് അറിയാൻ വയ്യാതെ വരും. ചിലപ്പം ഭഗവത്ഗീതയെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ബോറടിക്കും. ഇപ്പം കർമ്മയോഗം പറയുന്നത് ഭഗവത്ഗീത ഒരു സബ്ജക്റ്റീവ് സ്റ്റഡിയാണ്, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ. എന്താണ് ഭഗവാൻ, എന്താണ് കർമ്മം, ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ചയും സൂചിപ്പിച്ചു, രാധാനാഥ് സ്വാമി അദ്ദേഹം ഗ്രാജുവേഷൻ പൂർത്തിയായിട്ട് എനിക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ എനിക്ക് വീണ്ടും പണക്കാരനാവണം എന്ന് ചിന്തിച്ചിട്ടല്ല ഭാരതത്തിലേക്ക് വന്നത്. എന്താണ് എൻ്റെ യോഗം, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ശരിക്കും എന്താണ് എൻ്റെ കർമ്മം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലൊരു പഠനമാണ് ഭഗവത്ഗീതയുമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പം ഇതൊരു സബ്ജക്റ്റീവ് സ്റ്റഡിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സ്റ്റഡി. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പം മറ്റ് ഭൗതികമായ നേട്ടങ്ങൾ എന്നുള്ളതല്ല. കൃഷ്ണ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൃഷ്ണ, ഹൗ ടു ഗെറ്റ് കൃഷ്ണ, കൃഷ്ണനെ എങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ ഈ സബ്ജക്റ്റീവ് സ്റ്റഡിയും ഒബ്ജക്റ്റീവ് സ്റ്റഡിയും നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വരും. അതുകൊണ്ടാണ് കൃഷ്ണനെ ദീനബന്ധു ജഗത്പതി എന്ന് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ധ്യാന ശ്ലോകത്തിൽ ചൊല്ലിയതാണ്, ദീനബന്ധു ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി. ഭഗവാൻ കരുണാമയനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ കരുണാമയൻ, കരുണാകരൻ എന്ന് വിളിക്കുന്നത്. ഭഗവാനെ കരുണാകരൻ എന്ന് വിളിക്കുന്നത് കരുണാമയനായതുകൊണ്ടാണ്. ഒരിക്കലും ഭഗവാൻ നമ്മളെ കൈവിടുകയില്ല. പിന്നെ അടുത്ത് വീണ്ടും പറയുന്നു, ദീനബന്ധോ ജഗത്പതി, ദീനന്മാരുടെ, പാവപ്പെട്ടവരുടെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ബന്ധുവാണ്, സുഹൃത്താണ്, വഴികാട്ടിയാണ്. അപ്പം നമ്മൾ ഭഗവത്ഗീതയെ സബ്ജക്റ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സ്റ്റഡി ആയിട്ട് പോകുമ്പോൾ ബാക്കി പ്രയാസങ്ങൾക്ക് പോകാനുള്ള അനുഗ്രഹങ്ങളും എല്ലാം കൂടെ വന്നോളും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഞാൻ പോകുന്നത്, ഭഗവത്ഗീത ക്ലാസ്സിന് പോകുന്നത് എനിക്ക് ഇന്നത് പാസ്സാവാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജോലി ശരിയാവണം, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണമെന്നല്ല. ഭഗവാനെ അടുത്തറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്തറിഞ്ഞു കഴിയുമ്പോൾ ഭഗവാനും നമ്മളെ അടുത്തറിയും. സുധാമയെ അടുത്തറിഞ്ഞതുപോലെ, സുധാമ കൊടുക്കുന്നില്ല, സുധാമ ഒന്നും ചോദിക്കുന്നതുമില്ല. കൊണ്ടുപോയ അവൽപ്പൊതി സുധാമ കൊടുക്കുന്നില്ല, സുധാമ ചോദിക്കുന്നില്ല. പക്ഷേ ആ ഒരു ആലിംഗനത്തിൽ ആ സുധാമയെ ഭഗവാൻ ആ കെട്ടിപ്പിടിച്ച ആ രംഗം, അത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണണം. ആ ഒരൊറ്റ ആലിംഗനം കൊണ്ട് ഭഗവാൻ സുധാമയെ മൊത്തം പരിപൂർണമായിട്ട് അറിഞ്ഞു എന്തിനാണ് സുധാമ വന്നിരിക്കുന്നത് എന്ന്. ആ ഒരു ആലിംഗനമാണ് നമുക്ക് ഭഗവാനിൽ നിന്ന് വേണ്ടത്. ആ ഒരു ആലിംഗനം നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അറിഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കും. എൻ്റെ ഭക്തൻ, അവൻ ഒന്നും ചോദിക്കുന്നില്ല. ധ്രുവൻ അതുപോലായിരുന്നു. ചോദിക്കാൻ വേണ്ടി പോയതാണ്, ചോദിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്താണ്, ചോദിച്ചില്ല. പക്ഷേ ഭഗവാൻ അറിഞ്ഞു, ധ്രുവൻ കൊടുത്തു. നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, അതുകൊണ്ട് നീ എന്തിനാണ് തപസ് ചെയ്യാൻ ആരംഭിച്ചെന്ന് എനിക്കറിയാം, അതും സാധിക്കും. അപ്പം വെറും ഒരു സിംഹാസനം, അച്ഛനെ പോലെ വെറും ഒരു സിംഹാസനം ചോദിച്ചതിന് പകരം ഒരു ഗാലക്സി തന്നെ കൊടുത്തു. ഇവിടെയും അതാണ് നമ്മൾ സബ്ജക്റ്റീവ് സ്റ്റഡി ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമായിരിക്കാം. പക്ഷേ നമുക്ക് ഭഗവാനെ കൂടുതൽ അടുത്തറിയുമ്പോൾ നമ്മളെയും ഭഗവാൻ കൂടുതൽ അടുത്തറിയും, നമ്മുടെ മനസ്സിനെയും ഭഗവാൻ കൂടുതൽ അടുത്തറിയും. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹം കിട്ടും. അപ്പൊ ഇന്ന് നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആരാണ് നമ്മൾ കർമ്മയോഗത്തിൽ നമ്മൾ വായിച്ചത്, അതിന്റെ സമ്മറി എന്ന് പറയുന്നത്, ഭൗതിക ലോകത്തിൽ ഓരോരുത്തരും ഏതെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. രാജീവ് പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദന ഹരേ കൃഷ്ണ. സോമാജി ഹരേ കൃഷ്ണ.
ഇവിടെ ഏതെങ്കിലുമൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഫസ്റ്റ് അറിയേണ്ടത്. ആ കർമ്മങ്ങളിൽ ശ്രേഷ്ഠമായ കർമ്മം ഏതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കാലത്ത് റിച്ചാർഡ് സാൽവിൻ എന്ന് അറിയപ്പെട്ടിരുന്ന ജൂതനായ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് രാധാനാഥ സ്വാമി ഭാരതത്തിലേക്ക് വന്നു. ഒരാൾ മാത്രമല്ല, അതുപോലെ അനേകം ശ്രേഷ്ഠന്മാര് ആചാര്യന്മാര് വന്നിരുന്നു. അതെല്ലാം പിൽക്കാലത്ത് ശ്രീല പ്രഭുപാദരുടെ ശിഷ്യന്മാരായിട്ട് മാറി. എന്നാൽ കർമ്മങ്ങൾക്ക് ഒരുവനെ ഒരു ലോകവുമായി ബന്ധിപ്പിക്കുകയോ അതിൽ നിന്ന് വിമോചിപ്പിക്കുകയോ ചെയ്യാം. ഭഗവത് പ്രീതിക്കായി സ്വാർത്ഥ മോഹങ്ങൾ കൂടാതെ, അവിടെയാണ് ഞാൻ പറഞ്ഞത് സബ്ജക്റ്റീവ് സ്റ്റഡി എന്ന് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. സ്വാർത്ഥ മോഹങ്ങൾ കൂടാതെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരുവന് കർമ്മത്തിന്റെ നിയമത്തിൽ നിന്ന് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും നിന്നും മുക്തനാവും. ഏതൊരു കർമ്മത്തിനും ഒരു ആക്ഷൻ, അതിന് റിയാക്ഷൻ ഉണ്ട്, നല്ലതും ചീത്തയും. നമുക്ക് നല്ലതിന് പ്രതിഫലം വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നേരത്തെ പഠിച്ചു, ചീത്തയ്ക്കും പ്രതിഫലനം നമുക്ക് എടുക്കേണ്ടി വരും. അത് മാത്രം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അവിടെയാണ് കൃഷ്ണന്റെ വ്യത്യാസം. എല്ലാ സൃഷ്ടിയും എന്റേതാണെന്ന് ഭഗവാൻ പറയുമ്പം ഒരിക്കലും മറ്റുള്ളവർ പറയുന്നതിന്റെ വിട്ട് ചെകുത്താൻ ഭഗവാന്റെ സൃഷ്ടി അല്ലെന്ന് പറയത്തില്ല. ചെകുത്താനും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. അതിന് കാരണമുണ്ട്. 84 ലക്ഷം ജനങ്ങളെ, അല്ലെ 84 ലക്ഷം ജീവികളെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുമ്പം ഭഗവാൻ ഒന്നും കണ്ടിട്ടല്ല, കാണാതെ അല്ല 84 ലക്ഷം ജീവികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് ഇന്നലെയും പേപ്പർ വായിച്ചു, ഒരു പുതിയൊരു ചിത്രശലഭത്തെ കൂടി കണ്ടെത്തി. ഇന്നലെ ചിത്രശലഭം അല്ലേ പേപ്പറിൽ വായിച്ചില്ലേ? അല്ലേ? ശരിയല്ലേ? ചില പ്രഭുപാദര് പറയുന്നതിന് കൂട്ട് ഈ ശാസ്ത്രജ്ഞന്, മോഡേൺ സയന്റിസ്റ്റ് കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവർ പറയും ഇത്രയേ ഉള്ളൂ, ഇനി വേറെ ഒന്നും ഇല്ലെന്ന് പറയും. അത്രയ്ക്ക് വലിയ കഴിവുള്ളവരാണ് നമ്മുടെ ശാസ്ത്രജ്ഞര്. കണ്ണിന് കഴിവുണ്ട്, ബ്രെയിന് കഴിവുണ്ട്. അവർ കാണാതെ പോയത് കൊണ്ട് ഈ ലോകത്തിൽ അങ്ങനെ ഒരു ജീവിയേ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പ്രഭുപാദര് ചിലപ്പോൾ മോഡേൺ സയന്റിസ്റ്റിനെ റാസ്കൽസ് എന്ന് പറയുന്നത്, മണ്ടന്മാരാണ്, അല്ലെങ്കിൽ നമ്മളെ മണ്ടന്മാരാക്കുകയാണ്. ശാസ്ത്രജ്ഞൻ കണ്ടോ കണ്ടില്ലയോ, നമ്മൾ കണ്ടോ കണ്ടില്ലെങ്കിലും 84 ലക്ഷം ജീവികളുണ്ട്. അതൊരു വളരെ പരമസത്യമാണ്. ഇവിടെ സ്വാർത്ഥമോഹങ്ങൾ കൂടാതെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരുവന് കർമ്മത്തിന്റെ നിയമത്തിൽ നിന്ന് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും നിന്ന് മുക്തനാവുകയും തന്നെ പറ്റിയും ഭഗവാനെ പറ്റിയുമുള്ള ആധ്യാത്മിക ജ്ഞാനം നേടുകയും ചെയ്യും. അപ്പം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ നമുക്ക് എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റത്തുള്ളൂ. അവ നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ സബോർഡിനേറ്റോ അല്ലെങ്കിൽ വേലക്കാരനോ ഒക്കെയാണ്. ഒരിക്കലും ഞാൻ കേമനാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നോടൊരാൾക്ക് അല്ലെങ്കിൽ എനിക്കൊരാളോട് പറയാൻ ഞാൻ കേമനാണ്. ഞാൻ കേമനാണെന്ന് പറഞ്ഞിട്ട് തൊട്ട അടുത്ത നിമിഷം അടുത്ത റൂമിൽ പോയി ഞാൻ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കും. ഇതാണ് ലോകം. ഇപ്പൊ എങ്ങനെ എനിക്ക് കേമനാവാന്ന് പറയാൻ പറ്റും? ഞാൻ അപ്പുറത്ത് പോയിട്ട് യെസ് ആർ യെസ് ആർ യെസ് ആർ എന്ന് പറയും. ഇവിടെ നമ്മൾ അവിടെ ചൂണ്ടിക്കുകയും നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. അപ്പൊ നമ്മുടെ കേമത്തരം സർട്ടൺ പോയിന്റിലും സർട്ടൺ ഏരിയയിലും മാത്രമേ. അപ്പൊ ഏറ്റവും പരമോന്നതനായ ലീഡറിനെ കണ്ടെത്തുകയെന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ലീഡർ ജീവിതത്തിൽ ഒരിക്കലും മാറത്തില്ല. ഭൗതികമായി കിട്ടുന്ന ലീഡർ ടെമ്പററിയാണ്, അത് മാറും. അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരുപക്ഷെ നമ്മുടെ ബോസ് നല്ലവനായിരിക്കാം, നല്ല ഗുണം ചെയ്യുന്നവനായിരിക്കാം. പക്ഷേ ജോലി പോയി കഴിയുമ്പോൾ ആ ബോസിനെയും നമുക്ക് നഷ്ടപ്പെടും. വീണ്ടും അടുത്ത ബോസിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. പക്ഷേ പരമോന്നതനായ ഭഗവാനെ പരമ്പൊരുളായി ഏറ്റവും വലിയ ലീഡറായിട്ട് നമ്മൾ കണ്ടെത്തുമ്പോൾ എന്നും എക്കാലത്തും അടുത്ത ജന്മത്തിലും നമ്മുടെ ലീഡറായിട്ടും ആ ഭഗവാനെ നമുക്ക് സേവ ചെയ്യുമ്പോൾ, ഭഗവത്ഗീത 15-ാമത്തെ അധ്യായം അല്ലെ 8-ാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? നതത്ഭാസയതോ സൂര്യോ ന ശശാങ്കോ പാവകഃ. ചാപ്റ്റർ മാറിയോ? സിക്സ്ത് ശ്ലോകം. താങ്ക് യു. 15-ൽ 6. അതെ താങ്ക് യു. വെരി ഗുഡ്. അറിയാം. ഓക്കെ, വെരി ഗുഡ്. 6-ാമത്തെ ശ്ലോകം.
6 കീർത്തന ചൊല്ലിക്കോളൂ. न तद्भासयति सूर्यो न शशाङ्को न पावकः यद्गत्वा न निवर्तते तद्धाम परमं मम. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ചർച്ച സ്റ്റാർട്ട് ചെയ്യാണ്. ചർച്ചയല്ല, നമ്മൾ എന്താണ് കർമ്മയോഗത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്? ആര് സ്റ്റാർട്ട് ചെയ്യും? നന്നു ആണോ? ഹരേ കൃഷ്ണ. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. 84 ലാക്സിന്റെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ഭാഗവതം വായിച്ചപ്പോൾ കണ്ട ഒരു കാര്യം. ഈ പക്ഷികൾക്കും വൃക്ഷങ്ങൾക്കും ഇടയിലും ഉണ്ട് ഈശ്വര വിശ്വാസികളും നിരീശ്വരന്മാരും. അത് കേട്ടാണ് ഞാൻ കാണുന്നത്. അതില് ഹൃദ്യങ്ങളായ ബലങ്ങളും പുഷ്പങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷങ്ങളെയും ഉൽപ്പാദിപ്പിക്കാത്ത വൃക്ഷങ്ങളെയും കാക്കകളെ പോലെ വികൃത ശബ്ദം പുറപ്പെടുവിക്കുന്ന പക്ഷികളെയും നിരീശ്വരരായി കാണുന്നു. നല്ല ഇപ്പൊ മാങ്ങയൊക്കെ ഈശ്വര വിശ്വാസിയായ ട്രീ ആണ്. തേങ്ങ ഹൃദ്യമായ ഫ്രൂട്ട്സ് ഉള്ള ട്രീസ് എല്ലാം ഈശ്വര വിശ്വാസികളും, പിന്നെ നമ്മുടെ കുയിലിനെ കണക്കുള്ള കിളികളൊക്കെ ഈശ്വര വിശ്വാസികളാണ്. കാക്ക അല്ല, കാക്ക നിരീശ്വരവാദി. ഭാഗവതം എഴുതിയിരിക്കുകയാണ്. അതായത് മൂന്നാം സ്കന്ധത്തിലാണ് ഉള്ളത്. മനുവും കർദമ മുനിയും തമ്മിലുള്ള സംഭാഷണത്തില് പിന്നെ 40ാമത്തെ ശ്ലോകം അതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഇന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചത്. സന്തോഷം. താങ്ക് യു. ശരി, ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കർമ്മയോഗത്തെ പറ്റി പറയാൻ? ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. ഇതിനകത്ത് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കീർത്തനയാണെന്ന് തോന്നുന്നു. കീർത്തനയാണ് ലീഡർ. അതെ, തുടങ്ങി. പ്രഭു അച്ഛൻ പറയും. അപ്പം അച്ഛനെ കീർത്തന പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ഛനെ കീർത്തന. അതെ, വെരി ഗുഡ്. ഓക്കെ, നോ ഇഷ്യൂ. അച്ഛന് കീർത്തന പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ പിന്നെ പറയും. ശരി, അച്ഛൻ തുടങ്ങിക്കോളൂ. അല്ല, വല്ല ഗുരുക്കന്മാരൊക്കെ തുടങ്ങുന്നതല്ല നല്ലത്. നമ്മളെല്ലാം ഗുരുക്കന്മാരാണ്. പിള്ളേർക്കുള്ളതെന്നുള്ളതുകൊണ്ടാണ്. അതെ. കർമ്മയോഗം എന്ന ഈ 3ാം അധ്യായം എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ അധ്യായത്തിൽ കഴിഞ്ഞ അധ്യായത്തിൽ ഇന്ദ്രിയ നിഗ്രഹത്തെ പറ്റിയും എങ്ങനെ സ്ഥിതപ്രജ്ഞനാകാം എന്നതിനെ പറ്റിയും അർജുനന്റെ ചോദ്യങ്ങൾക്കും ഭഗവാന്റെ വ്യക്തമായ മറുപടിയുമായി. അതൊക്കെ കഴിഞ്ഞ അർജുനൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നതോടുകൂടിയാണ് കർമ്മയോഗം എന്ന ഈ അധ്യായം ആരംഭിക്കുന്നത്. അർജുനൻ ചോദിക്കുകയാണ്, ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയെങ്കിൽ എന്നെ ഈ യുദ്ധത്തിനായി നിർബന്ധിക്കുന്നത് എന്തിനാണ്? ഇതിന്റെ ഉത്തരമായിട്ടാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ കർമ്മയോഗത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ കർമ്മയോഗമായി തീരുന്നു എന്നതാണ് ഈ കർമ്മയോഗത്തിൽ പ്രധാനമായും ഭഗവാൻ സംസാരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത് എന്ന് ഈ ചാപ്റ്ററിൽ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. യജ്ഞാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഘ സമാചാര. യജ്ഞാത് കർമ്മണോ,
യജ്ഞം എന്ന നിലയിൽ കർമ്മം ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അന്യത്ര ലോകോയം കർമ്മബന്ധന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നുവെങ്കിൽ ഭൗതിക ലോകത്ത് കർമ്മബന്ധിതനായി തീരുമെന്നും ഭഗവാൻ പറയുന്നു. എക്സാക്ട്ലി. അതുകൊണ്ട് നിന്റെ ഉത്തരവാദിത്തപ്പെട്ട കർമ്മങ്ങൾ ഭഗവാന്റെ സംതൃപ്തിക്കായി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ കർമ്മബന്ധമുക്തനായിരിക്കും. എങ്ങനെയാണ് കർമ്മം സംഭവിക്കുന്നത്? അത് 3-14 ശ്ലോകം പറയുന്നു. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. ഏതൊരു ജീവജാലങ്ങൾക്കും ധാന്യങ്ങൾ വേണം ജീവിക്കാൻ. സർവഭൂതാനി അന്നാദ് ഭവന്തി. ഈ ധാന്യമാകട്ടെ മഴ മൂലമുണ്ടാകുന്നു, മഴയാകട്ടെ യജ്ഞവിധി പ്രകാരമുള്ള കർമ്മത്തിൽ നിന്നും ഉണ്ടാകും. ഭഗവാൻ സകല യജ്ഞങ്ങളുടെയും ഭോക്താവാണ്. അതുകൊണ്ട് യജ്ഞത്തിന് വേണ്ടിയായിരിക്കണം കർമ്മം ചെയ്യുന്നത്. ഈ കലിയുഗത്തിൽ വിധിക്കപ്പെട്ട കർമ്മമാണ് യജ്ഞമാണ് സങ്കീർത്തന യജ്ഞം. നമ്മൾ എല്ലാവരും അത് അനുഷ്ഠിക്കേണ്ടതാണ്. നമ്മൾ പലരും അത് ചെയ്യുന്നുമുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ശരീരം നിലനിർത്തണമെങ്കിൽ തന്നെയും കർമ്മം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. കർമ്മം അനുഷ്ഠിക്കാമെന്നിരിക്കെ ആ കർമ്മം ഭഗവാന് വേണ്ടി അർപ്പിച്ച് ചെയ്താൽ മുക്തിപദത്തിന് യോഗ്യതയുണ്ടാകുമെന്നും ഭഗവാൻ പറയുന്നു. 3:21 ശ്ലോകം പറയുന്നു. യദ്യതാചരതി ശ്രേഷ്ഠം തത്തേവതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തഥാനുവർത്തതേ. ഇതൊരു ലീഡർഷിപ്പ് ശ്ലോകമാണ്. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ത് ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കും. ശ്രേഷ്ഠ വ്യക്തി ചെയ്യുന്നത് സാധാരണ എല്ലാവരും മാതൃകാപരമായി ഇത്തരം പ്രവർത്തനം അദ്ദേഹത്തെ ആരാധിക്കപ്പെടുകയും. കർമ്മയോഗം ശ്രേഷ്ഠ വ്യക്തികൾ തീർച്ചയായും അനുഷ്ഠിക്കേണ്ടതാണ്. എന്നാൽ ചിലരാകട്ടെ നിത്യാഹങ്കാരത്തിൽ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഇതെന്റെ മിടുക്കുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് ഇതിനെ പ്രേരിപ്പിക്കുക. 3:27 ശ്ലോകം പറയുന്നു. പ്രകൃതേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മോ കർത്താഹമിതി മന്യതേ. മിഥ്യാഹങ്കാരത്തെ അഥവാ ബുദ്ധി ഇല്ലാത്തവർ ഈ കർമ്മം ഞാനാണ് ചെയ്യുന്നത് എന്ന് എപ്പോഴും വിചാരിക്കുന്നു. അവർക്ക് ഭഗവാനുമായുള്ള ശാശ്വത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ എത്തുമ്പോൾ ഭഗവാൻ പറയുകയാണ് അർജുനനോട്, നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഫലേച്ഛയില്ലാതെ യാതൊരു അഹങ്കാരവും ഇല്ലാതെ എന്നിൽ മനസ്സുറപ്പിച്ച് എനിക്കായി കൊണ്ട് ചെയ്യുക. ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, ഏതിനാലാണ് ഒരുവന് ഇഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണ പാപം ചെയ്യാൻ പ്രേരിതമാക്കുന്നത്? അതിന് മറുപടി പറയുകയാണ്, ഏറ്റവും വലിയ വൈരി കാമവും ക്രോധവുമാണ്. ഇത് രജോ ഗുണ സമ്പർക്കത്താൽ ഉണ്ടാകുന്നതാണ്. ഇതിലൂടെയാണ് ഒരാൾ പാപം ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ശത്രുവായ
ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ദൃഢനിശ്ചയത്തോടെ, ആത്മീയ ചിന്തയോടെ, ആത്മീയ ശക്തിയും ഉപയോഗിച്ച് മനസ്സിൽ ഉറപ്പിച്ച് കാമം എന്ന ശത്രുവിനെ കീഴടക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സൂപ്പർ. വേറെ ആർക്കും പറയാൻ ഒന്നും വെച്ചില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കറക്റ്റ്, എല്ലാം കംപ്ലീറ്റ്. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു അവർ ആഡിയോ കണക്ട് ആയി വരുന്നതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഇവിടെ സുരേഷ് ഗോപി പ്രഭു അവർ സ്വാഗതം. ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞു കർമ്മം യജ്ഞമായിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആർക്കെങ്കിലും നമ്മൾ ഈ കർമ്മം അനുഷ്ഠിച്ചെങ്കിൽ അല്ലെങ്കിൽ സമർപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരാൾ നമുക്ക് എന്തായാലും ഒരു നായകനായിട്ട് കാണും, അല്ലെങ്കിൽ ലീഡറായിട്ട് കാണും. അപ്പൊ ഇവിടെ വരുന്നു കർമ്മം യജ്ഞമായിട്ട് ചെയ്യണം. അവിടെയാണ് വരുന്നത് യജ്ഞ പുരുഷൻ ആരാണ് എന്ന് പറയുന്നത്. ചെറിയ നോട്ടുകൾ. യജ്ഞപുരുഷൻ ഭഗവാനാണ് യജ്ഞപുരുഷൻ. അതുകൊണ്ടാണ് കർമ്മങ്ങൾ എനിക്കായി വേണ്ടി ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ ഞാൻ കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്റർ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ജഡ്ജി, ശരിയായ ഒരു ജഡ്ജി നിസ്വാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു അധ്യാപകൻ നിസ്വാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവന് കിട്ടുന്ന പ്രതിഫലമല്ലാതെ അതിലുപരി ഒന്നും അവന് കിട്ടുന്നില്ല ഒരു ശരിയായ ഒരു അധ്യാപകൻ. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിന് അവര് നിസ്വാർത്ഥ സേവനമാണ്. അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ നിസ്വാർത്ഥ സേവനമാണ്. ഇവർക്കൊന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് ഉപരിയായിട്ടൊരു പ്രതിഫലം എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ജോലി ചെയ്യുന്നവരല്ല. അതുപോലെ തന്നെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നും അവർക്ക് പറ്റത്തില്ല. ഒരു ശരിയായ ന്യായാധിപൻ അവൻ തൂക്കിലേറ്റുമ്പോൾ അവനൊരിക്കലും മനസ്സ് വേദനിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേദനിക്കുന്നില്ല ഞാൻ ഒരാളെ തൂക്കിക്കൊല്ലുന്നുള്ളൂ. കാര്യം അദ്ദേഹമല്ല അത് ചെയ്യുന്നത്. ആര് ചെയ്യുന്നു? അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്ന ആ ശാസ്ത്രപ്രകാരം, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ പ്രകാരം, അല്ലെങ്കിൽ ആ ഭരണഘടന പ്രകാരം അദ്ദേഹം അത് ചെയ്യും. അപ്പോൾ അദ്ദേഹം കുറ്റവാളിയാവുന്നില്ല. അതേസമയം ഇതേ കുറ്റം തന്നെ, ഇതേ കൊല തന്നെ സാധാരണ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ജയിലിലാവും. അപ്പം ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് ഒരു ബാഡ് റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. ഹരേ കൃഷ്ണ. ഞാൻ നീട്ടുന്നില്ല. ഹരേ കൃഷ്ണൻ എൻ്റെ ദിവസമല്ല. ഹരേ കൃഷ്ണ. വീണ്ടും താങ്ക് യു. ഇത് പിന്നെ അമൃതമാതാജിക്ക് പ്രത്യേകം എന്തെങ്കിലും അഡീഷണൽ ജയപ്രകാശ് വിട്ടുപോയ എന്തെങ്കിലും പറയാനുണ്ടോ? ചർച്ച ചെയ്തപ്പം ചിലപ്പോൾ വിട്ടുപോകത്തില്ല. അയ്യോ പ്രഭു അത് പറഞ്ഞില്ല, അതെന്തുകൊണ്ടോ പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ? വിട്ടുപോയ എന്തെങ്കിലും രണ്ടോ പോയിന്റ് ചിലപ്പോൾ വിട്ടുപോയിട്ടില്ലേ ഡിസ്കസ് ചെയ്തതിനകത്ത്? അങ്ങനെ സംഭവിക്കില്ലേ? മ്യൂട്ടാണ്. ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും മൂന്ന് പേരും കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെ പറയണമെന്നുള്ളത്. ഇല്ലേ? കീർത്തനയല്ലേ പറഞ്ഞു കൊടുത്തേ? ഞാൻ വരുന്നു. അപ്പം ഒരച്ഛൻ പറയുമ്പോൾ കീർത്തന പറഞ്ഞോളൂ. എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഒന്നുമില്ല ഇതിനകത്ത്? അയ്യോ അച്ഛൻ അത് പറഞ്ഞില്ലായിരുന്നല്ലോ എന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ വരുന്നു. നന്നു ആരാ അവിടെ പറയുന്നത്? ചേച്ചിയാണോ? ചേച്ചിയല്ലേ? അതെന്തേ? നെക്സ്റ്റ് വീക്ക് പറയും. ഓക്കെ. നമ്മൾ 4ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പിട്ട് തീർച്ചയായിട്ടും തന്നെ പറഞ്ഞിരുന്നു. അപ്പം വീണ്ടും രണ്ടാമതും വീണ്ടും അച്ഛനോട് തന്നെ വരികയാണ്, അച്ഛൻ്റെ അടുത്ത് വരികയാണ്.
ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ പ്രഭു. പ്രഭു ഞാൻ പറയാൻ വിചാരിച്ച കംപ്ലീറ്റ് JP പ്രഭു പറഞ്ഞു. ഇത് വളരെ മോശമായി പോയി. ഇനിയും പറഞ്ഞു വെച്ചില്ല. ഇത് വളരെ മോശമായി പോയി. അങ്ങനെ കാണിക്കരുത്, മോശം കാണിക്കരുത്. കോപ്പി അടിക്കരുത്, ചെറിയ 2-3 പീസ് ഉണ്ടായിരുന്നു. അതും കോപ്പി അടിക്കരുത്. ആദ്യമേ ഏറ്റു പറഞ്ഞോളാം. ഒരിക്കലും കോപ്പി അടിക്കരുത്. ബെന്യാമിന്റെ ആട് ജീവിതം പോലെ ആകരുത് കേട്ടോ. ഇവിടെ കോപ്പിറൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തു. അതെ 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 ജയപ്രകാശ് പ്രഭു, ബെന്യാമിന്റെ ആട് ജീവിതം പോലെ ആകരുത്. അതുകൊണ്ട് സൂപ്പറായിട്ടൊരു കഥയുടെ ട്രൂ കോപ്പിയാണ് ഇന്ന് ഞാൻ വായിച്ചത് കേട്ടോ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ്, ശരിക്കും കോപ്പിയാണ്. അല്ല പ്രഭു, സീരിയസ്ലി പ്രഭു എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തു. അത് നമ്മള് എന്താ പറയാ, ഒരു സംക്ഷിപ്ത രൂപം കേട്ടു ഒന്നുകൂടെ. ഹരേ കൃഷ്ണ. അപ്പം ശിവമാതാജിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ കാണത്തില്ലേ? പക്ഷേ ജയപ്രകാശ് പ്രഭുവും രാജീവ് പ്രഭുവും തമ്മിലുള്ള ഡിസ്കഷനിൽ ശിവമാതാജി പങ്കാളിയായിരുന്നില്ല. അപ്പൊ ശിവമാതാജിക്ക് എന്തെങ്കിലും പറയാൻ കാണും. എന്നാലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കർമ്മയോഗം വായിക്കുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് തോന്നും, നമ്മുടെ മനസ്സുകൊണ്ട് തോന്നും. ഇങ്ങനെയാണല്ലോ എൻ്റെ ജീവിതം, ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഇനി നാളെ എന്താണ് ചെയ്യേണ്ടത്, ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഈ സ്വയം ചോദ്യങ്ങളാണ് ആദ്യം ഉണ്ടാകുന്നത്. നമ്മളോട് തന്നെ കുറെ ചോദ്യങ്ങളും നമ്മൾ തന്നെ ചിലപ്പം ശരി നല്ല ഉത്തരമായിരിക്കാം, ചിലപ്പോൾ അബദ്ധമായിട്ടുള്ള ഉത്തരമായിരിക്കാം. നമ്മൾ ആരോടും പറയാൻ പോകുന്നില്ല, ഉത്തരം നമ്മൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചോദ്യവും ഉത്തരവും. പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് ഇതങ്ങോട്ട് വേറെ ആളോട് ചോദിക്കാൻ തോന്നുന്നത്. അതുവരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പൊ നമ്മൾ വേറെ എവിടെങ്കിലും കേൾക്കുമ്പോൾ ഇത് ഞാൻ ചോദിച്ച ചോദ്യം, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കണമെന്ന് ചോദിച്ച ചോദ്യമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഞാൻ കണ്ട ഉത്തരമാണല്ലോ, എന്റെ ഉത്തരം തന്നെയാണല്ലോ വേറെ ആൾ പറയുന്നൊക്കെ നമുക്ക് തോന്നാൻ പറ്റും. കർമ്മയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നേരെ വീണ്ടും വരുന്നു. വിസ്മയ, അച്ഛനടുത്ത് ചോദിച്ചൂടെ? അച്ഛൻ മകളടുത്ത് പറയാം. അച്ഛൻ മകളടുത്ത് പറഞ്ഞാൽ മതി. പറഞ്ഞോ. ഈ ചാപ്റ്ററിൽ ഭഗവാൻ അർജുനന്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ലോകത്തെ അർജുനടുത്ത് പറയുന്നുണ്ട്, എല്ലാവർക്കും ജോലി ചെയ്യാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റത്തില്ല. ഭഗവാൻ പറയുന്നുണ്ട് എല്ലാരും ഒരു ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ ആണ്. വെരി ഗുഡ്. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ പറയണം കേട്ടോ. ഇത് അച്ഛനൊരു വാണിംഗ് അല്ലേ വിസ്മയ? ഒരെണ്ണം കൂടി ഉണ്ട്. ഭഗവാൻ പറയുന്നുണ്ട് ഈ ലോകത്ത് എല്ലാവർക്കും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഫുൾഫിൽ ചെയ്യാൻ. യെസ്, ഗുഡ്. അപ്പം വിസ്മയ, ഇതൊരു വാണിംഗ് നോട്ട് അല്ലേ? അച്ഛനാണോ അമ്മയ്ക്കാണോ ഈ വാണിംഗ് നോട്ട് കൊടുത്തേക്കുന്നത്? ആണോ? അത് അമ്മയ്ക്കാ. എക്സാക്ട്ലി, അമ്മ അടുത്തില്ലല്ലേ? നേർവഴിക്കാ പോകുന്നത്. അമ്മ കേക്കണ്ട, ഇന്ന് അത്താഴം ഇല്ല വിപിൻ പ്രഭുവിന്. ഹരേ കൃഷ്ണ. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ്. കൊള്ളാം, വിസ്മയ മനസ്സിലാക്കി, സന്തോഷം. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ ഞാൻ വരുന്നു. സിമ്മി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ. ഞാൻ കേൾക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പയർ ഒന്നും ചെയ്തില്ല. ഇല്ല പ്രഭു, ഒന്നും ഇല്ല പറയാൻ. ഹരേ കൃഷ്ണ. പ്രിപ്പയർ ചെയ്യണ്ട, എന്നെ പോലെ തന്നെ പ്രിപ്പയർ ചെയ്യണ്ട. ഞാനും ഇതുപോലെ തന്നെ, ഞാനും പ്രിപ്പയർ ചെയ്യാനൊന്നും വരുന്നില്ല. ഞാൻ ഈ പറയുന്നതിനോട്ട് ജയപ്രകാശ് പ്രഭു പറഞ്ഞല്ല, രാജീവ് പ്രഭു പറഞ്ഞതിനോട്ട് ഞാൻ ആരെങ്കിലും കോപ്പി അടിച്ചോണ്ടാ വരുന്നത്. ഹരേ കൃഷ്ണ. അപ്പം പ്രിപ്പറേഷൻ ഒന്നും ഇതിനകത്തില്ല. വീണ്ടും ഞാൻ വരുന്നു. ശില്പമാതാജി. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാവരും പറഞ്ഞ പോലെ ജയപ്രകാശ് പ്രഭു എല്ലാം പറഞ്ഞു, ഇനിയൊന്നും ബാക്കിയില്ല. എന്നാലും 2 വാക്ക് പറയാം. അപ്പൊ ഇവിടെ അർജുനൻ കൃഷ്ണടുത്ത് ചോദിക്കാണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റലിജൻസ് ആണ് അല്ലെങ്കിൽ ജ്ഞാനമാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പം എന്തുകൊണ്ടാണ് എന്നെ ഫോഴ്സ് ചെയ്യുന്നത് ഈ യുദ്ധത്തില് ഇത് ചെയ്യാനായിട്ട്, എന്താണ് വാറിന് പോവാനായിട്ട് എന്തിനാണ് എന്നെ ഫോഴ്സ് ചെയ്യുന്നത് എന്ന്
ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പം അർജുനൻ Krishnan is saying that see എല്ലാ വർക്കും ഫ്രൂട്ടീവ് വർക്ക് അല്ല, that is കൃഷ്ണൻ പറഞ്ഞു നമ്മള് ഇതിൽ ബോണ്ടേജിൽ പോവും, ലൈക്ക് നമ്മളൊരു എന്ത് ചെയ്താലും നമ്മൾ അതിലിങ്ങനെ വിൽ ഗെറ്റ് അറ്റാച്ച്ഡ്, സോ ഇവിടെ കൃഷ്ണൻ is saying that എല്ലാ വർക്കും അങ്ങനല്ല, you have been given some work to do, you have to do it, and doing that work imperfectly is better than doing somebody else work. അപ്പം എന്താ പറയാ, ഭഗവാൻ പറയുന്നുണ്ട് എന്താണ് ഈ ഫ്രൂട്ടീവ് വർക്ക്, ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രൂട്ടീവ് വർക്ക് ആൻഡ് ആക്ച്വൽ കർമ്മയോഗ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഫ്രൂട്ടീവ് വർക്ക് ഇസ് നമ്മുടെ എൻജോയ്മെന്റിന് അല്ലെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം പ്രഭു പറഞ്ഞ ഒരു എക്സാമ്പിൾ പോലെ, ഒരു മർഡർ ചെയ്യുന്ന ഒരാള്, ആ കത്തി കൊണ്ട് മർഡർ ചെയ്യുന്ന ഒരാള്, അയാളുടെ സാറ്റിസ്ഫാക്ഷൻ അയാൾ ചെയ്യുന്നത് അത്. അപ്പൊ അയാൾ അതിന്റെ നല്ലതും ചീത്തയും അനുഭവിക്കണം. വെറസ് നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോ, അതാണ് കർമ്മയോഗം. അത് ഭഗവാന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ അതിൽ നമ്മൾ എന്താണ് റിസൾട്ട് നമുക്ക് വേണ്ടിയിട്ടല്ല, ഭഗവാന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അവിടെ ബോണ്ടേജ് ഇല്ല. സോ ഈ ലസ്റ്റ്, ബോണ്ടേജ് ഇതൊക്കെ വരുന്നത് when we want to do it for our own sense satisfaction. സോ വിതൗട്ട് ദാറ്റ് ഭഗവാനെ വിചാരിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതില് we don't have any attachment, we are detached. So adana ivitte I think one of the main messages. Hare Krishna. Hare Krishna. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഒരു സബ്ജക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. കാര്യം ഇത് പോകുമ്പം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനൊരു പക്വതയുണ്ട്, ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാത്തൊരു ജീവിതം എന്ന് നമുക്ക് ചിലപ്പോൾ പറയാതില്ലേ, ജീവിതത്തിന് അർത്ഥവുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയും. അത് പണമുള്ളവരും പറയുന്നുണ്ട്, പണം ഇല്ലാത്തവരും പറയുന്നുണ്ട്, വിശപ്പുള്ളവനും പറയുന്നുണ്ട്, 4 നേരം കഴിച്ച് സുഖിച്ച് നടക്കുന്നവനും പറയുന്നു ജീവിതത്തിന് അർത്ഥമില്ലെന്ന്. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത് ശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അപ്പൊ അവിടെ വിശക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അർത്ഥം ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത് ആഹാരത്തെ കുറിച്ച്. 4 നേരം കഴിക്കാൻ ആഹാരമുള്ളവൻ, ഉന്നത സമ്പന്ന കുലജാതൻ, അവനും ജീവിതത്തിന്റെ അർത്ഥം ഇല്ല എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം അവൻ ജീവിതത്തിന്റെ അർത്ഥം കാണും. ശരിയല്ലേ? യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ഇവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ജീവിതം നശിച്ചു പോയ ഒരുപാട് ജന്മങ്ങളുണ്ട്, ഒരു കൂട്ടം ജന്മങ്ങളുണ്ട്. ജീവിതത്തിലെ അർത്ഥം, ജീവിതത്തിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയാതെ പോകാത്തത് കൊണ്ട് ഉന്നത കുലജാതനാണെങ്കിൽ പോലും, സാമ്പത്തികമായി വലിയ കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും നശിച്ചുപോയ ചരിത്രം നമുക്ക് കാണാം. ഈ ഭഗവത് ശാസ്ത്രം അതിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മയോഗം നമുക്ക് എടുത്തു തന്നിരിക്കുന്നത്. നീ എന്ത് ചെയ്തു കഴിഞ്ഞാലും, അവിടെയാണ് ഇവിടെ 1 മിനിറ്റ് യുധിഷ്ഠിരൻ ഒരു ശ്ലോകം യുധിഷ്ഠിരൻ പറയുന്നുണ്ട് ഭഗവാന്, മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച ആസ്തേ യദ് കുലാംബോധ വാദ്യോ അനന്ത സഖപുമാൻ യത് ബാഹു ദണ്ഡഭുത്തായാം സ്വപൂര്യാം യദവോ അർച്ചിതാഹ ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷികായിവ. ഞാൻ നേരത്തെ ഒരു ശ്ലോകം പറഞ്ഞു, ശ്രീയാമ്പതി, യജ്ഞപതി, ധരാപതി. അതുപോലെ ഇതും ഭഗവാന്റെ പ്രാർത്ഥിക്കാവുന്ന ഒരു ശ്ലോകമാണ് ഗ്ലോറിഫിക്കേഷന്റെ. മംഗളായ ച ലോകാന ക്ഷേമായ ച ഭവായ ച ആസ്തേ യദ് കുലാംബോധവാദ്യോ അനന്ത സഖപുമാൻ യത് ബാഹു ദണ്ഡഗുപ്തായാം സ്വപൂര്യാം യദവോ അർച്ചിതാഹ ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷികായിവ. ശ്രീമദ് ഭാഗവതം, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ശ്രീമദ് ഭാഗവതം 1ാം സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായം 35-36 ശ്ലോകമാണ്. 1.14.35-36. യുധിഷ്ഠിര മഹാരാജാവ് തന്റെ രാജ്യം വൈകുണ്ഠ ലോകമാണെന്ന് ചിന്തിക്കുകയാണ്.
ഇത് തന്നെയാണ് ഗോലോക വൃന്ദാവനമെന്ന് യുധിഷ്ഠിര മഹാരാജാവ് ചിന്തിക്കുകയാണ്. ഭഗവാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ചിന്തിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞത് പരമ ആസ്വാദകനായ യഥാർത്ഥ പരമ ദിവ്യോത്തമ പുരുഷനും ആദി ഭഗവാനായ അനന്തൻ ബലരാമനും സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും സാർവത്രികമായ പുരോഗതിക്കും സംരക്ഷത്തിനും ക്ഷേമത്തിനുമായി യദുവംശമാകുന്ന സാഗരത്തിൽ വസിക്കുന്നു. മാത്രവുമല്ല, യദുവംശത്തിലെ അംഗങ്ങൾ ഭഗവാന്റെ തൃക്കരങ്ങളാൽ സംരക്ഷിക്കപ്പെടുകയാൽ ആത്മീയ ആകാശവാസികൾ എന്ന വണ്ണം ജീവിതത്തെ ആസ്വദിക്കുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് ബലരാമനും കൃഷ്ണനും ഉണ്ടെങ്കിൽ ഈ ലോകം അല്ലെങ്കിൽ ഈ ഗൃഹം വൈകുണ്ഠ ലോകമാണ്, കുണ്ഠിതമല്ലാത്ത ലോകമാണ്. മറ്റൊരിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ യുധിഷ്ഠിരൻ ആ ധൃതരാഷ്ട്രപുരിയെ, ഹസ്തിനപുരിയെ വൈകുണ്ഠ ലോകമായി കണ്ടതുപോലെ നമ്മുടെ മുന്നിൽ ജഗന്നാഥൻ, ബലദേവൻ, സുഭദ്രമയി, രാധാറാണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ധാമമാണ്. അതാണ് പ്രഭുപാദരുടെ ഒട്ടനേകം സംഭാഷണങ്ങൾ ഇത് എടുത്തു പറയുന്നുണ്ട്. ഭഗവത് ധാമമായി മാറണം നമ്മുടെ ഗൃഹം. ആ ധാമത്തിൽ ഭഗവാൻ വസിക്കുമ്പോൾ അവിടെ മറ്റ് അസത്തുക്കളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയും. മറ്റ് അസത്തുക്കളൊന്നും. അപ്പം അന്യാഭിലാഷിതാശൂന്യം, മറ്റു ചിന്തയൊന്നുമില്ലാതെ പരമമായ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അടുപ്പിക്കാൻ പറ്റൂ. അതാണ് യഥാർത്ഥത്തിലുള്ള കർമ്മയോഗം. ഹരേ കൃഷ്ണ. അപ്പം പ്രഹ്ലാദൻ ചേട്ട കീർത്തന കഥ പറയുന്നതിന് മുമ്പിട്ട് പ്രഹ്ലാദൻ ചേട്ടൻ ഒന്ന് പറഞ്ഞു. ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി എന്ത് പ്രിപ്പയർ ചെയ്തിട്ടാണ്? നമ്മുടെ ജീവിതം ചേട്ടാ, നമ്മുടെ ജീവിതം തന്നെയല്ലേ പറയേണ്ടത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പറയുന്നതായിരിക്കും. അടുത്ത ആഴ്ച 4ാമത്തെ ചാപ്റ്റർ തുടങ്ങണ്ട എന്നർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു അവർകൾ. പ്രഭു, എന്റെ നെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും കണക്ട് ആയതേ ഉള്ളൂ. കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കർമ്മയോഗത്തിന്റെ ചില ചർച്ചകൾ. അതെ, ഞാൻ ഇപ്പൊ കേട്ടു തുടങ്ങിയതേ ഉള്ളൂ. മറ്റൊന്നും ഇടയ്ക്കൊന്നും ഞാൻ കേട്ടില്ല. കാരണം കേൾക്കാനായിട്ട് കുറെ ട്രൈ ചെയ്തു. ഓക്കെ, ഞാൻ എന്താണ് പറയേണ്ടത് പ്രഭു? തീർച്ചയായിട്ടും കർമ്മയോഗം നമ്മൾ വായിച്ചതാണ്. ശ്രീനാരായണ ഗുരു കൃതികൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കർമ്മയോഗത്തെ പറ്റി ശ്രീനാരായണ ഗുരു ഒരുപാട് എഴുതിയിട്ടുണ്ട്. ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവസാനം വാസുദേവ അഷ്ടകം, ശ്രീനാരായണ ഗുരുവിന്റെ വാസുദേവ അഷ്ടകം പിന്നെ നമ്മൾ വായിക്കണം. ഇതെല്ലാം വായിച്ചതിന് ശേഷം മാത്രമേ വാസുദേവ അഷ്ടകം വായിക്കാവൂ കേട്ടോ. അപ്പം അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രീനാരായണ ഗുരുവിന്റെ അപ്പൊ അവിടെ അദ്ദേഹം എന്താണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതെ, ഹരേ കൃഷ്ണ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കഥയിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാവർക്കും ആ കഥയിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. കീർത്തന സ്വാഗതം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാന്റെ കൃഷ്ണ അവതാരത്തില് ഭഗവാന് പല പല പേരുകൾ ഉണ്ടായിരുന്നു. ശ്യാം, മുരളീധർ, ബൻസിധർ, മൻമോഹൻ, കാൻഹ എന്നിങ്ങനെ പല പേരുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഒരു പ്രശസ്തമായ ഒരു പേരായിരുന്നു ലഡ്ഡു ഗോപാൽ എന്നത്. അപ്പൊ ഭഗവാന്റെ ഒരു ഭക്തൻ കാരണമാണ് ഭഗവാൻ ഈ പേര് കിട്ടാൻ തന്നെ കാരണം. സോ ആ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ വളരെ പണ്ട് ബജ്ഡാം എന്ന് പറയുന്ന സ്ഥലത്ത് കുംഭൻദാസ് എന്ന് പറയുന്ന ഭഗവാന്റെ വലിയൊരു ഭക്തൻ ഉണ്ടായിരുന്നു. അപ്പൊ കുംഭൻദാസിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, രഘുനന്ദൻ എന്നായിരുന്നു മകന്റെ പേര്. അപ്പൊ കുംഭൻദാസിന്റെ അടുത്ത് കൃഷ്ണന്റെ ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് ഒരു ചെറിയൊരു കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും അതിനെ പൂജിക്കുകയും സേവിക്കുകയും അതിനെ എല്ലാ ഇതും ഭഗവാനെ ഓഫർ ചെയ്യുകയും എല്ലാ മന്ത്രങ്ങളും ജപിച്ച് ഭഗവാന്റെ സേവനത്തിന് മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോ അദ്ദേഹം പുറത്തു പോലും പോകാറില്ലായിരുന്നു. ഭഗവാന്റെ സേവനം മുടങ്ങല്ലോ എന്ന് വിചാരിച്ച് പുറത്തു പോലും പോകാറില്ലായിരുന്നു. അപ്പോ അങ്ങനെ ഒരു ദിവസം
അദ്ദേഹത്തിന് വൃന്ദാവനത്തിൽ നിന്നൊരു ക്ഷണം കിട്ടി. ഭഗവത് കഥ പറയാൻ വേണ്ടി വൃന്ദാവനത്തിൽ ചെല്ലാൻ വേണ്ടി ഒരു ക്ഷണം കിട്ടി. അപ്പൊ ആദ്യം അദ്ദേഹം അത് നിരസിച്ചു. കാരണം ഭഗവാന്റെ സേവനം മുടങ്ങുമല്ലോ ഓർത്ത് നിരസിച്ചു. പക്ഷെ എല്ലാവരും നിർബന്ധിച്ചപ്പോ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു, ഞാൻ എന്നാ രാവിലെ തന്നെ ഭഗവത് കഥ പോയി പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോ തിരിച്ചെത്തി എനിക്ക് ഭഗവാനെ സേവിക്കാലോ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് അദ്ദേഹം സമ്മതിക്കും. അപ്പൊ പിറ്റേ ദിവസം കുമ്പൻദാസിയാണ് എല്ലാ ദിവസവും ഭഗവാന് പ്രസാദം ഓഫർ ചെയ്യാണ്. അപ്പോ അദ്ദേഹം ലഡു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലഡു ഉണ്ടാക്കിയിട്ട് മകനോട് പറഞ്ഞു, നീ സമയാസമയത്ത് കൃഷ്ണന്റെ വിഗ്രഹത്തിൽ അത് ഓഫർ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയും, ഞാൻ അതിനുള്ള വിധിയും മന്ത്രവും ഒക്കെ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് കുമ്പൻദാസി വൃന്ദാവനത്തിലേക്ക് പോകും. എന്നിട്ട് രഘുനന്ദൻ എന്താ ചെയ്യാന്ന് വെച്ചാ, രഘുനന്ദൻ അത് ലഡു ഒക്കെ ഒരു പാത്രത്തിലാക്കി കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ വെച്ചു കൊടുക്കും. എന്നിട്ട് രഘുനന്ദൻ പറയും, കൃഷ്ണ വരൂ, വന്ന് ലഡു കഴിക്കൂ എന്ന് പറയും. അപ്പോ ആരും വരില്ല അവിടെ. അപ്പൊ വീണ്ടും രഘുനന്ദൻ പറയും, കൃഷ്ണ വരൂ, വന്ന് ലഡു കഴിക്കൂ എന്ന് പറയും. അപ്പൊ രഘുനന്ദൻ എന്താ വിചാരിക്കുന്നത്, ശരിക്കും നമ്മളെല്ലാവരും പോലും കൃഷ്ണൻ വന്നിട്ട് കൈകൊണ്ടെടുത്ത് ലഡു കഴിക്കുന്നു ആണ് നിഷ്കളങ്കമായ മനസ്സിൽ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ആരും വരില്ല, ലഡു ആണ് അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോ രഘുനന്ദന് വളരെ വിഷമാവും, എന്നിട്ട് കരയും. എന്നിട്ട് കൃഷ്ണനോട് ചോദിക്കും, കൃഷ്ണ നീ എന്താ വരാത്തത്, വന്ന് ലഡു കഴിക്കൂ എന്ന് പറയും. അപ്പൊ കൃഷ്ണൻ ശരിക്കും വരും. അവിടെ ബാല്യ രൂപത്തില് കൃഷ്ണൻ വന്നിട്ട് രഘുനന്ദനെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് ലഡു കഴിക്കും. അപ്പോ രഘുനന്ദന് വളരെ സന്തോഷമാവും, ലഡു കഴിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാവും. എന്നിട്ട് ലഡു എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കൃഷ്ണൻ പോകും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ കുമ്പൻദാസി വീട്ടിലെത്തിയിട്ട് മകനോട് ചോദിക്കും, നീ ലഡു ഓഫർ ചെയ്തിരുന്നോ എന്ന് ചോദിക്കും. മകൻ പറയുമ്പോ ഞാൻ ഓഫർ ചെയ്തിരുന്നു എന്ന് പറയും. അപ്പൊ എന്നാ ലഡുവിന്റെ പ്രസാദം എടുത്തു കൊണ്ടുപോവാന്ന് പറയും. അപ്പൊ രഘുനന്ദൻ പറയും, ക്ഷമിക്കണം അച്ഛാ, പക്ഷെ കൃഷ്ണൻ മുഴുവനും കഴിച്ചു, ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല എന്ന് പറയും. കുമ്പൻദാസി അത്ഭുതപ്പെടും, കൃഷ്ണൻ മുഴുവനും കഴിച്ചോന്നോ. അപ്പൊ കുമ്പൻദാസി ആദ്യം ഭയങ്കര അത്ഭുതപ്പെടും, പക്ഷെ പിന്നെ വിചാരിക്കും മകൻ കള്ളം പറയായിരിക്കും, മകന് വിശന്ന് കാണും, അപ്പൊ അവൻ തന്നെ മുഴുവനും കഴിച്ചു കാണുമെന്ന് വിചാരിക്കും. അപ്പൊ ഇതെന്താ എല്ലാ ദിവസവും തുടരാൻ തുടങ്ങി. അതെന്ത് രാവിലെ കുമ്പൻദാസി ലഡു ഉണ്ടാക്കി വെക്കും, എന്നിട്ട് രഘുനന്ദൻ ഓഫർ ചെയ്യും, കൃഷ്ണൻ വന്ന് ലഡു എല്ലാം കഴിക്കും. വൈകുന്നേരം പ്രസാദത്തിന് വേണ്ടി ചോദിക്കുമ്പോ രഘുനന്ദൻ പറയും, കൃഷ്ണൻ എല്ലാം കഴിച്ചു എന്ന് പറയും. അപ്പൊ കുമ്പൻദാസി വിചാരിക്കും, മകൻ എന്തായാലും കള്ളം പറയാണ്, പക്ഷെ അവൻ എന്തിനായിരിക്കും കള്ളം പറയുന്നത്. ഇങ്ങനെ വിചാരിക്കുമ്പോ കുമ്പൻദാസി അടുത്ത ദിവസം ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുമ്പൻദാസി ലഡു ഒക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് രഘുനന്ദനാണ് എല്ലാ ദിവസവും പോയ പ്ലേറ്റിൽ ലഡു ആക്കിയിട്ട് കൃഷ്ണന്റെ മുന്നിൽ വെച്ചിട്ട് കൃഷ്ണനോട് എന്നിട്ട് കുമ്പൻദാസിനെ ഒളിച്ചു നിൽക്കുന്നുണ്ടാവും, അതൊക്കെ കാണുന്നുണ്ടാവും. അപ്പൊ രഘുനന്ദൻ പ്ലേറ്റിലാക്കി വെച്ചിട്ട് കൃഷ്ണന്റെ അടുത്ത് വെച്ചിട്ട് കൃഷ്ണൻ പറയും, കൃഷ്ണ വരൂ, വന്ന് ലഡു കഴിക്കൂ എന്ന് പറയും. അപ്പൊ കൃഷ്ണൻ ശരിക്കും വന്ന് ലഡു കഴിക്കുന്ന ദൃശ്യം കുമ്പൻദാസിയും കാണും. കുമ്പൻദാസി ഓടിച്ചെന്നിട്ട് കൃഷ്ണന്റെ കാലുകൾ വീഴും. അപ്പൊ കൃഷ്ണൻ എന്താവും, ഇവിടെ ഒരു സ്റ്റാച്ചു ആയിട്ട് മാറും. അതായത് ഒരു കയ്യില് ഒരു ലഡു ഉണ്ടാവും, മറ്റേ കയ്യില് ഒരു വായിലേക്ക് ലഡു വെക്കുന്നത് പോലെയുള്ള ഒരു വിഗ്രഹമായിട്ട് അത് മാറും. അപ്പൊ അന്ന് തൊട്ട് ആ ഒരു വിഗ്രഹത്തിനെയാണ് നമ്മള് ലഡു ഗോപാൽ എന്ന് പറഞ്ഞിട്ട് ആരാധിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് ഭഗവാനോടുള്ള ഭക്തിയും ഭാവവും വളരെ പ്രധാനമാണ്. നമ്മൾ ഭഗവാനിൽ ഉറച്ച് വിശ്വസിക്കുകയും ഭഗവാനിൽ ഒരു പ്യോർ ഡിവോഷൻ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് ചെയ്തു തരാത്തായിട്ട് ഒന്നും ഉണ്ടാവില്ല, എല്ലാം നമുക്ക് ചെയ്തു തരും. ഭഗവാൻ നമ്മളെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അത് തന്നെ നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ചാപ്റ്റർ 9 22 ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അനന്യസ് ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. പിന്നെ വേറൊരു ശ്ലോകത്തില് 9ാമത്തെ ചാപ്റ്ററിൽ തന്നെ 26 ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി
തദഹം ഭക്തിബർഹിതം അശ്നാമി പ്രയതാത്മനഃ. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും, ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ, ഞാൻ അത് സ്വീകരിക്കും. നമ്മൾ എന്ത് ചെറിയ കാര്യം അർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും. പക്ഷെ അതിനോടുള്ള ഭാവവും നമ്മളുടെ ഉറച്ച വിശ്വാസവും പ്യോർ ഡിവോഷനും അതാണ് ഏറ്റവും വലിയ പ്രധാനകരം. നമ്മൾ എല്ലാവരും ഭഗവാനിൽ ഉറച്ചു വിശ്വസിക്കുകയും നമ്മൾ ഭഗവാനിൽ പ്യോർ ഡിവോഷൻ കാണിക്കുകയും ചെയ്താൽ നമ്മളോട് ഭഗവാൻ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഈ കഥയിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇന്ന് വളരെ നല്ല ഒരു ആക്റ്റീവ് ഡേ ആയിരുന്നു. വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ, നല്ല കഥ എന്ന് പറഞ്ഞാൽ ഒരു സംഭവിച്ച കഥ തന്നെയാണ്, സംഭവിക്കുന്ന കഥകൾ. അപ്പം ഭഗവാനെ ഞാൻ എനിക്ക് ഓർമ്മ വന്ന ശ്ലോകമാണ് കീർത്തന പറഞ്ഞത്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി അതഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. ഭക്തിയോടെ സ്നേഹത്തോടെ ആരാണെങ്കിലും, അത് പാവപ്പെട്ടവനാകട്ടെ പണക്കാരനാകട്ടെ, അല്ല നമ്മുടെ സോക്കാളുടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാതികളാകട്ടെ, ഏത് സമുദായത്തിൽ പിറന്നവനാകട്ടെ, ആരാണെങ്കിലും ഭക്തിയോടെയാണ് ഇലവർഗങ്ങളിലാണ് ഭൂവർഗങ്ങൾ കായവർഗങ്ങൾ എനിക്ക് സമർപ്പിക്കുന്നു, ഞാനത് തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നുള്ള വ്യക്തമായ ഒരു ഉദാഹരണമാണ് കീർത്തനമാണ്. അത് സത്യമാണ്. എത്രയെത്ര ഇടത്ത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നറിയാം. വിതുരാണിയുടെ കയ്യിൽ നിന്ന് പഴത്തൊലിയാണ് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. ശബരിയുടെ കയ്യിൽ നിന്ന് കടിച്ചു തുപ്പിയതാണ് എടുത്ത് കഴിച്ചത്. ഇതൊക്കെ അന്യാഭിലാഷിത ശൂന്യം, നമുക്ക് അന്യ ചിന്തയില്ലാതെ. അതിനാണ് മറ്റൊരു ശ്ലോകം പറഞ്ഞത്, അനന്യ ചിന്തയെന്തോ. അന്യചിന്തയില്ലാതെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർമ്മം യജ്ഞം എന്ന രീതിയിൽ ചെയ്യണം. ആ യജ്ഞ പുരുഷൻ ഭഗവാനാണ്. അതുകൊണ്ട് രാവിലെ പ്രഭാത കൃത്യങ്ങൾ ചെയ്തതിന് ശേഷം ആ യജ്ഞം, ആ കർമ്മം ഭഗവാന് സമർപ്പിക്കണം. എന്താണ്? നിവേദ്യം അർപ്പിക്കണം. ധൂപ ദീപ ആരതി ഭഗവാന് ചെയ്യണം. അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മൾ പാകം ചെയ്യുമ്പോൾ അതും നമുക്ക് വിധിക്കപ്പെട്ട ഒരു കർമ്മമാണ്. നമ്മൾ പാകം ചെയ്യുമ്പോൾ ശ്രേഷ്ഠമായ പാകം ചെയ്യൽ എന്ന് പറയുന്നത്, വെള്ളം അടുപ്പേ വെച്ചിട്ട് ആ അരി ഇടുമ്പോൾ 3 കൈ അരിയെടുത്ത് നമാവും വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സാമിനി ദിനാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതായ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ ആ അടുക്കളയിൽ നിൽക്കുന്ന മാതാജിമാർ യജ്ഞം ചെയ്തു ഭഗവാന് സമർപ്പിച്ചു. വീണ്ടും അത് പാകം ചെയ്തു വരുമ്പോൾ അത് ഭഗവാന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അവിടെയും യജ്ഞം സമർപ്പിക്കുന്നു. പിന്നെ നമുക്ക് കിട്ടുന്നത് മൊത്തവും നിവേദ്യശിഷ്ടമാണ്. ആ നിവേദ്യശിഷ്ടം കൊണ്ട് വേണം നമ്മുടെ ഭൗതികമായ ശരീരത്തെ മിനുക്കിയെടുക്കാൻ. അതായത് ശുദ്ധമായ വെള്ളം പോട്ടെ, ഗംഗാജലം തന്നെയാണെന്ന് വിചാരിച്ചു. ഞാന് സുശീൽ പ്രഭുവിന്റെ വീട്ടിൽ പോവുകയാണ്. കൂടെ ആരുണ്ട്? ജയപ്രകാശ് പ്രഭുവും. ജയപ്രകാശ് പ്രഭുവും ഞാനും കൂടെ സുശീൽ പ്രഭുവിന്റെ വീട്ടിൽ പോവുകയാണ്. അവിടെ വന്നിരുന്നു. സുശീൽ പ്രഭു അവിടുന്ന് മാതാജി 2 ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു. ഒരേ പാത്രത്തിൽ നിന്ന് എടുത്ത വെള്ളമാണെന്ന് ധരിച്ചു. ഒരേ പാത്രത്തിൽ നിന്ന് എടുത്ത വെള്ളം. പക്ഷേ എനിക്ക് വെള്ളി ഗ്ലാസ്സിലും ജയപ്രകാശ് പ്രഭുവിന് ഓട്ട് ഗ്ലാസ്സിലും വെള്ളം കൊടുത്തു. ജയപ്രകാശ് പ്രഭു എന്ത് വിചാരിക്കും? അൺമ്യൂട്ടാക്കാം. ജയപ്രകാശ് പ്രഭു എന്ത് വിചാരിക്കും? എന്താ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലേ? ശരിയല്ലേ?
അതുപോലെ തന്നെ ആ ഓട്ട് ഗ്ലാസ്സിലെ വെള്ളം കുടിക്കാൻ കൂടി തോന്നുന്നില്ല. അതേസമയം ആക്ച്വലി ഈ വെള്ളി ഗ്ലാസ്സിലുള്ള വെള്ളവും ഓട്ട് ഗ്ലാസ്സിലുള്ള വെള്ളവും ഗംഗാജലം തന്നെയാണെന്ന്, പക്ഷെ തന്ന പാത്രം വേറെയായിരിക്കും. അപ്പം ഭഗവാന്റെ റിഫ്ലക്ഷൻ ആണ് സർവസ്യജാഹം ഹൃദയസന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അബോഹനം ച. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മ സ്വരൂപമായിട്ട് ഭഗവാൻ ഇരിക്കുമ്പോൾ ഈ ഭൗതിക ശരീരത്തിനെ വെറും ഓട്ടുപാത്രമാക്കി മാറ്റരുത്. ഈ ശരീരത്തെ ദുഷിപ്പിക്കരുത്. ഈ ശരീരത്തെ ദുഷിപ്പിച്ചത് കൊണ്ടാണ്, കർമ്മങ്ങൾ കൊണ്ടാണ് ദുഷിപ്പിക്കുന്നത്. ശ്രേഷ്ഠമായ കർമ്മം എന്താണെന്ന് തിരിച്ചറിയാതെ തോന്നുന്ന കർമ്മം ചെയ്ത് ദുഷിപ്പിച്ചത് കൊണ്ടാണ് ഭഗവാൻ തീരുമാനിച്ചത് കൗരവ സമൂഹം ഇനി ഈ ഭൂമിയിൽ നിലനിൽക്കില്ല എന്ന്. അതായത് ഈ ദുഷിച്ച ശരീരത്തെ മൊത്തം ഉന്മൂലനം ചെയ്യണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അർജുനടുത്ത് പറഞ്ഞത് ആത്മാവ് മരിക്കുന്നില്ല, ഭൗതിക ശരീരത്തെ മാത്രമേ നീ കൊല്ലുന്നുള്ളൂ എന്ന് പറഞ്ഞ കാര്യം ഈ ഭൗതിക ശരീരം ദുഷിച്ചുപോയി. അശ്വത്ഥമാവ് അർജുനന്റെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെയാണ് പോയി കൊന്നത്. കർണൻ അഭിമന്യുവിനെ പുറകിൽ നിന്നാണ് അമ്പെയ്തത്. ദുശാസനൻ എല്ലാവരുടെ പൊതു സമൂഹത്തിൽ വെച്ചിട്ടാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടവളെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായ സ്ത്രീയെ ദ്രൗപദിയെ വസ്ത്രമഴിക്കാൻ ശ്രമിച്ചത്. എന്നിട്ടാണ് അഭിനവ പണ്ഡിതന്മാര് പറയുന്നത് കൃഷ്ണനാണ് അധർമ്മം ചെയ്തത്, കുരുക്ഷേത്ര യുദ്ധം ചെയ്തില്ലേ, കൃഷ്ണൻ കാരണമല്ലേ കുരുക്ഷേത്ര യുദ്ധം ചെയ്തത്, കൃഷ്ണൻ കാരണമല്ലേ ഒരു കുലം മൊത്തവും മുടിഞ്ഞത്. ഈ ചെയ്തികളെ പറ്റി ആരും ഓർമ്മിക്കുന്നില്ല. ഇതാണ് ലോകം. ആക്ച്വലി യുധിഷ്ഠിരൻ രാജാവ് എന്ന സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നല്ല രാജാവായിരുന്നു, ജനങ്ങൾക്കെല്ലാം വലിയ കാര്യം സമയാസമയം എല്ലാ റേഷൻ കാർഡിനും ഭക്ഷണ കിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ദുര്യോധനൻ നല്ല രാജാവായിരുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാര്യം എല്ലാവർക്കും ഭക്ഷണ കിറ്റ് സൗജന്യമായിരുന്നു, ജനങ്ങൾക്ക് വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ അതേസമയം സ്വന്തം സഹോദരന്മാരെ, സ്വന്തം കുടുംബത്തിൽ പിറന്നവരെ കൊല്ലാൻ നോക്കി. അരക്കില്ലത്തില് ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ നോക്കുന്നത് സൗജന്യമായ ഭക്ഷണ കിറ്റ് കൊടുക്കുന്നത് കൊണ്ട് നല്ല രാജാവെന്നാണോ, അതോ ധാർമ്മികത നഷ്ടപ്പെട്ടു, സ്വന്തം സഹോദരന്മാരെ അവന് അർഹിക്കുന്നത് കൊടുക്കുന്നില്ല, കിടക്കാൻ പോലും ഒരു ഇടം കൊടുക്കുന്നില്ല എന്നുള്ളതാണോ ഭഗവാൻ നോക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ എവിടെയാണ് കർമ്മയോഗം എന്നുള്ളത് നമ്മൾ കൃത്യമായി ചിന്തിക്കണം. അവിടെയാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു നിർത്തിയത്, ബുദ്ധി കൊണ്ട് ആത്മാവിനെ ബന്ധിപ്പിക്കണം, ഈ ആത്മാവിനെ കർമ്മവും ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് പറയുന്നത്. അതായത് ആത്മാവിനെ പരമാത്മാവായിട്ട് ബന്ധിപ്പിക്കണം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി പറഞ്ഞത് നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങാം. അതായത് കർമ്മം ഡിറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ളത് ആയിരിക്കണം. അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ടും കൂടെ ആയിരിക്കണം. അതാണ് അർജുനോട് യുദ്ധം ചെയ്യാൻ പറയുന്നത്. അർജുനൻ ഭഗവാൻ പറഞ്ഞത് കൊണ്ട് യുദ്ധം ചെയ്യുന്ന കണക്കാവോ? കാരണം അപ്പൊ അതില് നമ്മളെ ഗുണം, നമ്മളെ സ്വഭാവം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് സെൽഫ് റിയലൈസേഷൻ. ആദ്യത്തെ പാർട്ട്. നമ്മൾ ഏത് കാറ്റഗറി പെടും, എന്ത് കർമ്മം ചെയ്യണം, എന്താണ് നമ്മുടെ സ്വഭാവം, അതനുസരിച്ചുള്ള കർമ്മമായിരിക്കും നമ്മൾ. അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട് ഇതിനകത്ത്, 35ാമത്തെ ശ്ലോകം അതാണ്. സ്വധർമ്മ ഗുണ, അത് പിന്നെയും പറയുന്നുണ്ട് പല സ്ഥലത്തും. സ്വഭാവനേതം കർമ്മം പറയുന്നുണ്ട്. അവരവരുടെ സ്വഭാവം അനുസരിച്ച് കർമ്മം ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയല്ലോ. പക്ഷെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം ഗൃഹസ്ഥൻ ചെയ്തിരിക്കണം. ഗൃഹസ്ഥർക്ക് വേണ്ടിയുള്ള ഒരു ചാപ്റ്റർ ആണിത്. പക്ഷെ ആ കർമ്മം ചെയ്യുമ്പം ഇതിനോടൊപ്പം ഭക്തിയുടെ കൂടെ ഉള്ള സാധനമാണ് ധർമ്മത്തെ. ഭക്തി ഇല്ല, ഉള്ളത് 1 ദിവസം മുഴുവൻ ചെയ്തിട്ട് ഭക്തി ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ നടക്കുന്നത് പൊതുവെ. കരുണാകര മാസം ഒരു തവണ ഗുരുവായൂർ പോകും, ചെയ്യുന്നതൊക്കെ വേറെ വല്ലതായിരിക്കും.
അയാൾക്ക് ഇത്ര സമ്പാദ്യം വരാൻ പറ്റില്ലല്ലോ, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടേ ഉള്ളൂ, അയാളൊന്നും ചെയ്തിട്ടില്ല. എന്ത് ഇതാണുള്ളത്? അഴിമതി. അപ്പം അതല്ല ഭക്തി. ധർമ്മനിഷ്ഠയോടുകൂടിയാണ് ഭക്തി. ധർമ്മം വരുമ്പം സത്യസന്ധത വരും, വൃത്തി വരും, ദയ വരും, തപസ്യം വരും. ധർമ്മനിഷ്ഠയോടുകൂടിയുള്ള ഭക്തി. ഇല്ലാതെ ഭക്തി ഇല്ല. അത് ഈ ഞാൻ ഭാഗവതം വായിച്ച ഇതിൽ പറയുന്നുണ്ട്, ധർമ്മനിഷ്ഠയോടുള്ള ഭക്തി. അതാണ് ഈ മരങ്ങളെയും പിന്നെ പക്ഷികളെയും പറയുമ്പോഴും അവിടെയും പറയുന്നുണ്ട് ധർമ്മനിഷ്ഠ ഭക്തി, ധർമ്മനിഷ്ഠയുള്ള ഭക്തി. ധർമ്മനിഷ്ഠ ഇല്ലാതെ ഭക്തിയിട്ട് കാര്യമില്ല. നമ്മളെ അർജുനന് ധർമ്മനിഷ്ഠയുണ്ട്, അദ്ദേഹം ന്യായം അനുസരിച്ച് ചെയ്യും. ഭഗവാൻ പറയുന്നുണ്ട് പലപ്പോഴും വയലേറ്റ് ചെയ്യുന്നു, അല്ലാതെ അദ്ദേഹം വയലേറ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു പലതരത്തിൽ. ഭഗവാൻ പറയുന്നുണ്ട് ഇതേ ഉള്ള ചാൻസ്, അതുകൊണ്ട് ചെയ്തോളാം, ഞാൻ പറയുന്നു ചെയ്യാം. അങ്ങനെ വരും അവസാനം. അപ്പം നമ്മളെ സ്വഭാവം അനുസരിച്ച് കർമ്മം ഭഗവാന് സമർപ്പിച്ചുണ്ട്. അപ്പൊ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവും. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു ഇതിനകത്ത്. പിന്നെ പറയുന്നുണ്ട് കാമമാണ് ശത്രു, അതൊക്കെ വളരെ വിശദമായി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാമം ആണ് ഏറ്റവും വലിയ ശത്രു എന്നും കാമത്തിൽ നിന്ന് മോചനം നേടണം എന്നും. ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ അതിൽ കാമം വരുന്നില്ല. ധർമ്മനിഷ്ഠ ഭക്തി കർമ്മം അങ്ങനെയാണ് വരുന്നത് ജനറൽ. പിന്നെ അവരവരുടെ സ്വഭാവം ഈ 3 ഗുണത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. അത് ഏത് ഗുണമാണെന്ന് കണ്ടുപിടിക്കണം, ഏത് കോമ്പിനേഷൻ ആണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഹരേ കൃഷ്ണ. വേറൊന്നുമില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു. ഞാൻ നേരത്തെ ദുര്യോധനന്റെ കഥ പറഞ്ഞതിന്റെ കാരണം, ധർമ്മം എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ ധർമ്മം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ദയ ആവശ്യമാണ്. ദയയില്ലാതെ നമുക്ക് ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ പറ്റത്തില്ല. ദയ എന്ന് പറയുമ്പം എല്ലാവരെയും ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. അതായത് ആരുടെയും മനസ്സിന് ശരീരത്തെ നോവിക്കാൻ പാടില്ല. അങ്ങനെ നോവിച്ചു കഴിഞ്ഞാൽ അത് ജന്തുവാകട്ടെ, പക്ഷിയാകട്ടെ, മനുഷ്യനാകട്ടെ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനാണെന്ന് പറയുമ്പം ഞാൻ സുശീം പ്രഭു എന്ന് പറയുന്നത് ഞാൻ സുശീം പ്രഭുവിന്റെ ശരീരത്തെ കണ്ടിട്ടല്ല. സുശീം പ്രഭു എന്ന് പറയുമ്പം സുശീം പ്രഭുവിന്റെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാനുണ്ട്. ഞാൻ ഭഗവാനെ കണ്ടിട്ടാണ് സുശീം പ്രഭു എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ദാസനാണെന്നാണ് അർത്ഥം. ഈ ഭൗതിക ശരീരത്തെ കണ്ടിട്ടല്ല. പിന്നെ കീർത്തന പറഞ്ഞ ലഡുഗോപാലിന്റെ കഥ പറഞ്ഞതിന്റെ കൂട്ട് എക്സാക്ട്ലി എല്ലാം ഓർമ്മ വരുന്നില്ല. ഗുരുവായൂർ അമ്പലവുമായിട്ട് വരേണ്യ ആ സമുദായത്തെ സോക്കാൾഡ് ബ്രാഹ്മണിക്കൽ സിസ്റ്റം വന്നപ്പോൾ ഒരു കഥയുണ്ട്. അന്ന് പറയപ്പെട്ടിരുന്ന ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണനോട് ചോദിച്ചു, ഭഗവാൻ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചിരിക്കും. ഭഗവാനെ കാണുമെന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്ന കാളയെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇതുപോലാണ് ഭഗവാൻ ഇരിക്കുന്നത്. പിറ്റേ ദിവസം മുതൽ ഈ ശൂദ്രൻ പറഞ്ഞ സോക്കാൾഡ് ശൂദ്രൻ ഈ കാളയെ ഭഗവാനായിട്ട് കണ്ടിട്ട് പ്രാർത്ഥിച്ചു വന്നു, കൃഷ്ണ എന്ന് വിളിച്ചിട്ട്. സാക്ഷാൽ ഭഗവാൻ കാളയുടെ രൂപത്തിൽ ഈ ശൂദ്രന്റെ അടുത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ടു. ബ്രാഹ്മണനില്ലാത്ത സൗഭാഗ്യം ഈ ശൂദ്രനുണ്ടായി. ദയ വളരെ അത്യാവശ്യം. ഒരു സ്വന്തം സഹോദരനെ അടിച്ചമർത്തി വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഭക്ഷിക്കിറ്റ് കൊടുത്ത് ജനകീയമായ ഒരു രാജാവായിട്ട് ദുര്യോധനൻ മാറുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സഹജീവികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല, 84 ലക്ഷം വരുന്ന ജീവസമൂഹം മൊത്തം സഹജീവികളാണ്. ആ സഹജീവികളോട് ദയ കാണിക്കാതെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുമായിരിക്കും, ദയ കാണിക്കാതെ ദാനധർമാദികൾ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നർത്ഥം. മനസ്സിലായിട്ടുണ്ടാവാം. അപ്പം ദയ ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ് ദയ. ആ ദയ എല്ലാ ജീവികളുടെയും ഒരുപോലെ. ഇതാണ് യഥാർത്ഥത്തിൽ വസുദൈവ കുടുംബകം എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇതാണ് എല്ലാ ജീവികളെയും നമ്മൾ ഒരുപോലെ കാണും. പ്രഭുപാദര് പറയുന്നത് കൊണ്ടാണ്, പ്രഭുപാദർ എപ്പോഴും പറയും ഇന്ത്യക്കാരൻ
പിന്നെ അമേരിക്കക്കാരൻ, പാകിസ്ഥാനി എന്നുള്ള വകഭേദം എന്തിനെന്ന് ചോദിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, അവരുടെ ഭരണത്തിന് വേണ്ടിയിട്ട് സ്ട്രക്ചർ ഉണ്ടാവാം. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോഴാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ചെയ്യാൻ തോന്നുന്നത്. ഹരേ കൃഷ്ണ. എന്തായാലും കർമ്മയോഗം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുമ്പം അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഒരാളെ ഒന്നും ചെയ്യാൻ പാടില്ല, എല്ലാവരും ഈക്വലായിട്ട് കഴിയുക, ഉള്ളവനില്ലാത്തവന് കൊടുക്കുക, ഇല്ലാത്തവന് ഉള്ളവനെ കൊടുക്കുക, മറ്റൊരു ജീവിയെ ഉപദ്രവിക്കാതിരിക്കുക. സുരേഷ് ഗോപി പ്രഭു അവർ ശരിയല്ലേ? കൃത്യം കൃത്യം. ഹരേ കൃഷ്ണ. ഇത് തന്നെയാണ് അപ്പോഴും മാത്രമേ ധർമ്മം അതിന്റെ ആ ക്ലൈമാക്സിൽ എത്തുന്നുള്ളൂ. ശരിയാണ്. എല്ലാവരെയും ഒരുപോലെ കാണുമ്പോൾ അത് തന്നെയാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഏകഭാവം വരുമ്പോൾ മാത്രമേ അത് വരുള്ളൂ. അത് തന്നെയാണ് സത്യം. പക്ഷെ അത് കിട്ടാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആത്മീയ വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നില്ല. കൃത്യം. ആത്മീയ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ആത്മീയ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് മാത്രം. അപ്പം ശരിക്കുള്ള കർമ്മം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതെ. ഈശ്വരാംശമുള്ളവര് അധികാരവർഗം ഉണ്ടാവണം, ഈശ്വരാംശമുള്ള സമൂഹം ഉണ്ടാവണം, ഈശ്വരാംശമുള്ള അടുത്ത തലമുറ കുട്ടികൾ ഉണ്ടാവണം. ഹരേ കൃഷ്ണ. എന്തായാലും നല്ല ഒരു എന്താ പറയുക സംവാദമായിരുന്നു. സംവാദം എന്ന് പറയുമ്പം തീർച്ചയായിട്ടും എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു. അടുത്ത ആഴ്ച 2 പേർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു, നന്ദന ആൻഡ് പ്രഹ്ലാദൻ ചേട്ടൻ. നല്ലൊരു കഥയാണ് പറഞ്ഞത്. നമ്മൾ ആ കഥയുടെ ഇടയിൽ നമ്മൾ നെറ്റ് ഒന്ന് കുഴഞ്ഞപ്പോ നമ്മളൊന്ന് അസ്വസ്ഥമായി, കഥ കേൾക്കാൻ പറ്റാതായി പോകുന്നു. നമ്മൾ ഈ കഥ കേട്ടിട്ടില്ല. ഓഡിയോ മെസ്സേജ് ഇട്ടാ വോയിസ് മെസ്സേജ് കേട്ടു. അത് ജസ്റ്റ് ഒന്ന് ഇതാവാൻ തുടങ്ങി ഇടയ്ക്ക്. റെക്കോർഡ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ വിചാരിച്ചത് ഇപ്പൊ കഥ പറഞ്ഞോണ്ടിരുന്നപ്പോ റെക്കോർഡഡ് ആണ്. റെക്കോർഡഡ് അല്ല, നമ്മൾ കിട്ടി. അത് നമുക്ക് അത് കണ്ടിന്യൂഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇടയ്ക്ക് സുശീൽ പ്രഭു അത് ഈ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ മലയാളത്തിലൊരു സിനിമ വന്നതിൽ ഇതേ കഥ അതിനകത്ത് പറയുന്നുണ്ട്. അത് അവിടെ പൂജിക്കുന്ന അവിടുത്തെ മേൽശാന്തിയുടെ മകൻ ഇതുപോലെ അച്ഛനില്ലാത്ത സമയത്ത് ഗുരുവായൂരപ്പൻ അന്ന് കൊടുത്തിട്ട് നിവേദ്യം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കരയുകയും ഭഗവാൻ വന്നിട്ട് നിവേദ്യം കഴിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കഥ അതിൽ കാണിക്കുന്നുണ്ട്. ആ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ, മലയാളത്തിൽ പണ്ട് വന്നൊരു സിനിമയാണ്. അതാണ്. അതെ, അതാണ്. ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എടുത്തറിയുന്നില്ല. അപ്പം നമ്മൾ ഇതിനെ കുറിച്ച് ഡെപ്തായിട്ട് പോകുമ്പോൾ മാത്രമാണ്. ഇപ്പൊ കീർത്തന അതിനെക്കുറിച്ച് ഇങ്ങനെ സബ്ജക്റ്റീവായിട്ട്, ഞാൻ വീണ്ടും സബ്ജക്റ്റീവായിട്ട് പോകുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോഴാണ് നമ്മൾ ഇത് കേട്ടിട്ട് കേൾക്കാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ സബ്ജക്റ്റീവ് ആയിരിക്കണം. ഭഗവത്ഗീത നമ്മുടെ സബ്ജക്റ്റ് ആണ് കൃഷ്ണൻ. ഭഗവത്ഗീത നമ്മുടെ സബ്ജക്റ്റീവ് ആണ്, ഭഗവത്ഗീത നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ് കൃഷ്ണൻ. ഇത് രണ്ടും കൂടെ പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. രാജാവിന്റെ ആനയെ അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം, ആ മുത്തശ്ശിയുടെ മഞ്ചാടിക്കുരു ആണെന്ന് ഭഗവാൻ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അവിടെയാണ് ശ്ലോകം വരുന്നത്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയെ പ്രേക്ഷതി ഉദകം ഭക്തി ഉപകൃതം അശ്നാമി പ്രേതാത്മന. ഗർവോടുകൂടിയുള്ള സമർപ്പണമല്ല എനിക്ക് വേണ്ടത്, സ്നേഹത്തോടെ. മഞ്ചാടിക്കുരു കൊണ്ട് ഒരു ഗുണവുമില്ല. പക്ഷെ ആ മഞ്ചാടിക്കുരുവാണ് ഭഗവാൻ സ്വീകരിച്ചത്. അതാണ് ഭഗവാന്റെ കമ്മ്യൂണിസം. അതെ, അതാണ് ഭഗവാന്റെ കമ്മ്യൂണിസം. അതെ, ഇതാണ് ഭഗവാന്റെ കമ്മ്യൂണിസം ശരിക്കും. അതെ. ഹരേ കൃഷ്ണ. ശില്പ മാതാജി ഇട്ടു കീർത്തന വെൽ നരേറ്റഡ്, യു ആർ എ ബ്ലെസ്ഡ്. താങ്ക് യു. ഹരേ കൃഷ്ണ. എന്തായാലും അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു പോയിന്റ് ആണ്. നോക്കൂ, അത് എന്താ പിന്നെ പോയിന്റ്സേ പറഞ്ഞുള്ളൂ. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ബിപിൻ പ്രഭുവിന് വാണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞുള്ളൂ. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് വിസ്മയ സംസാരിച്ചത്. അപ്പം അത്രയും ആ കുട്ടി മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമാണത്. ഈ സത്സംഗിന് മീനിങ് കൂടി വരികയാണ്. അതെ, തീർച്ചയായിട്ടും. കുട്ടികളത് മനസ്സിലാക്കാനും സംസാരിക്കാനും
പറ്റിയില്ല അവരെ ഈ ഏജിൽ. സത്യം. ഹരികൃഷ്ണ. ലോകം വെച്ച് സംസാരിക്കാനും വിസ്മയൊക്കെ വളരെ വളരെ യങ് ഏജില്. അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല. അച്ഛൻ മിണ്ടതില്ല, അച്ഛൻ മിണ്ടൂല. അച്ഛനെ കടത്തി വെട്ടി കഴിഞ്ഞു. അല്ല രസം അച്ഛൻ എന്നെ പോലെ ഫിലോസഫി പറഞ്ഞു. ആ ഫിലോസഫി എല്ലാം എടുത്തു കളഞ്ഞിട്ട് ചെറിയൊരു കഥ കൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതല്ല, അവിടെ സുശീൽ JP പ്രഭുവിനെ കീർത്തനം നേർവഴിക്ക് നയിക്കുന്നത് പോലെ ഇവിടെ ഞാൻ തിരിച്ച. അത് ശരിയാണോ? അത് ശരിയാണ്. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഒരു പാട്ട് കേട്ടിട്ട്. നന്നു ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ. ഒരുപാട് നാൾ. യെസ്. കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ഹരിഹരായ നമഃ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ഗോപാൽ ഗോവിന്ദ രാമ ശ്രീമധുസൂദന ഗിരിധരി ഗോപിനാഥ മദന മോഹന ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത സീത ഹരി ഗുരു വൈഷ്ണവ ഭഗവത ഗീത ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു ടു ശില്പ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ കീർത്തനം നമ്മുടെ ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി മഹാരാജ് എവിടെ സ്പീച്ച് ചെയ്ത് കഴിഞ്ഞാലും ആദ്യത്തെ കീർത്തനം ഇതാണ്. എടുത്തു നോക്കണം. ഗുരു മഹാരാജന്റെ ജയപതാക സ്വാമി മഹാരാജന്റെ ഏത് ലെക്ചർ എടുത്തു നോക്കിക്കോളൂ, ആദ്യം ചൊല്ലുന്ന കീർത്തനം ഇതാണ്. ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ. ഇപ്പോഴും ഗുരു മഹാരാജ് ചൊല്ലുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒന്നുകൂടെ അത് കേൾക്കണം എന്ന് തോന്നുന്നത്. അപ്പം ഈ കീർത്തനം ഇന്നത്തെ സെഷനെല്ലാം നമ്മുടെ ജയപതാക സ്വാമി മഹാരാജിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ ഒരു കാര്യം കൂടെ, നമ്മള് ജയശേഷ പ്രഭു ഇവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ന് കണ്ടിരുന്നു, വീഡിയോ കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. പ്രഭു ഒന്നും പറഞ്ഞില്ല അതിനെ കുറിച്ച്. തീർച്ചയായിട്ടും നമ്മളെല്ലാം അതിനകത്ത്, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സിറ്റുവേഷൻ ആണ്, നമ്മൾ അതിനകത്ത് പങ്കാളികളാകണം. വീണ്ടും പഴയതിനേക്കാൾ കഠിനമായ ലോക്ക്ഡൌണിലേക്ക് മാറുകയാണ്. ഫുഡ് സപ്ലൈ എന്ന് മാത്രമല്ല, അവിടുത്തെ ആശ്രമവാസികൾക്കും പ്രസാദം ആവശ്യമാണ്. ഞാൻ തിരിച്ചങ്ങ് പറയുകയാണ്. അല്ല, അതിപ്പം കാര്യമായി നടക്കുന്നു. ചെറുതായിട്ടൊക്കെ പങ്കാളികളാവാം. അത് നല്ല കാര്യമാണ്. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നു. ഇതേപോലെ സപ്പോർട്ട് വരുന്നുണ്ട്. അതിനകത്ത് മെയിലിൽ കാണാം, പലതും പലതരത്തിലൊക്കെ വരുന്നുണ്ട്. വൃന്ദാവനത്തിനുള്ളവരും മായാപ്പൂരുള്ളവരും ഒക്കെ സ്ട്രഗിൾ ചെയ്യാൻ പോവുകയാണ്. വളരെ പ്രയാസത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഇതിനൊക്കെ പങ്കാളികളായി കഴിഞ്ഞാൽ ഈ സമയത്താണ് നമ്മുടെ ദാനത്തിന് ഒരു ശ്രേഷ്ഠത വരുന്നത്. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് ഗ്രൂപ്പ് ഇട്ടിരുന്നാ മതി പ്രഭു. ഞാൻ ഇടാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ. എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ ഇട്ടിരുന്നു, ഞാൻ ഇട്ടുതരാം. നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടാം. കംപ്ലീറ്റ് പ്രോഗ്രാം ഇടാം. അതിനകത്ത് വരുന്ന വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ചെയ്യുന്നത്. അവരാൽ കഴിയുന്നത്
കൊടുക്കാം. തീർച്ചയായും. അതെ. RCCയിലും അവിടെ ഇവിടെയൊക്കെ ശരിക്കും ഉണ്ട്. അത് നമ്മളെ കാണുന്നുള്ളൂ. അപ്പൊ ഈ നമ്മളെ ഈ ഗ്രൂപ്പിൽ അത് വരുന്നില്ല. ഞാൻ ഇടാൻ വിട്ടുപോയി. അതിന് ഞാൻ വേറെ ഗ്രൂപ്പിൽ മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഇട്ടു. അതെ അതെ. ഞാനിന്ന് വീഡിയോ കണ്ടിരുന്നു. വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. അവിടെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ അവിടെ ഇപ്പം ഈ ഇതുപോലല്ലാതെ നമ്മുടെ ശ്രീനാഥി ടെമ്പിളില് രാജഭോഗം ചെയ്യത്തില്ലേ? രാജഭോഗം ചെയ്യുന്നത് പോലെ അവിടെ ഉച്ചക്കലത്തെ രാജഭോഗം ഭഗവാന് കൊടുക്കുന്ന നിവേദ്യത്തിന് 750 രൂപയാണ്. ഈ 750 രൂപയ്ക്ക് നമുക്ക് ഈ പ്രസാദം നമുക്ക് വേണമെങ്കിൽ കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ അന്തേവാസികൾക്ക് തന്നെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഞാനൊരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ കലണ്ടർ ശരിക്കും ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം, ഈ പോയിന്റുകൾ. അപ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ പ്രഭു, ഇനി എന്താ കൂടുതൽ അഡീഷൻ പോയിന്റ്സുകള്? അടുത്ത ആഴ്ച നമ്മൾ തുടങ്ങുകയാണ് 4-ാമത്തെ അധ്യായം തുടങ്ങുന്നതിന് മുമ്പിട്ട് 2 പേരുടെ ഡിസ്കഷൻ ഉണ്ട്. നന്ദന ആൻഡ് പ്രഹ്ലാദൻ ചേട്ടൻ കഴിഞ്ഞിട്ട് പോകുള്ളൂ. ഹരേ കൃഷ്ണ. ശരിയാ, പ്രഹ്ലാദൻ ചേട്ടൻ പറയണേ. പിന്നെ വിസ്മയ പറഞ്ഞു, ബാക്കി വെച്ചില്ല. അതിനേക്കാൾ നന്നായിട്ട് പറഞ്ഞു. എന്തായാലും ജയപ്രകാശ് പ്രഭു ഒരു പ്രഭു പറഞ്ഞു. പക്ഷെ എന്നാലും ഓരോരുത്തർക്കും അതിനകത്ത് എന്തെങ്കിലും പറയാൻ കാണുമല്ലോ. കുട്ടികളെ കാര്യമല്ലേ. അല്ല പ്രഭു, ഞാനൊരു ബെന്യാമൻ തന്നെയാ. അത് കാരണം ഞാൻ കോപ്പി അടിച്ച, അല്ലാതെ ഞാനിവിടുന്ന് പറയാനാ. രാജീവ് പ്രഭു പറഞ്ഞില്ല. അല്ല ബ്രോ, എനിക്കിപ്പോ ഇത് കോപ്പി അടിച്ചല്ലേ. നേരെ എഴുതി തന്നാലും എനിക്ക് പറയാൻ പറ്റത്തില്ല ബ്രോ. നേരെ കയ്യിൽ എഴുതി തന്നാലും രസത്തിന് പറയുന്നതല്ലേ. അതെ, എല്ലാവർക്കും കോപ്പി അടിക്കാനും പറ്റൂല. അതെ, കറക്റ്റ്. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇതെല്ലാം പ്രഭുപാദർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ തീർച്ചയായിട്ടും അല്ല, പ്രഭുപാദ എഴുതി വെച്ച കാര്യങ്ങൾ തന്നെയാണ് പ്രഭു പറഞ്ഞത്. അതിൽ തന്നെയല്ല ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളതാണ് വാസ്തവം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ പ്രഭുപാദ കൃതികളൊന്നും നമ്മൾ വായിക്കാൻ കൂടുതൽ പോകുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് സത്സംഗങ്ങൾ എന്ന് പറയുന്നത്. പറയുക എല്ലാം ഇവിടെ ഉള്ളതാണ്. നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുക്കും. ക്രിയേറ്റീവായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. പ്രഭു ഒരു സിനിമ പോലും സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്നിഷ്ടം ഒരു സിനിമ പണ്ട് ഓടിയതല്ല, അറിയാമോ? ഏറ്റവും പ്രിയദർശന്റെ ആണോ സിനിമ? അല്ലല്ല, അത് നമ്മുടെ ആലപ്പി അഷ്റഫിന്റെ സിനിമയാണ്. ട്രൂ കോപ്പി ആയിരുന്നു. ട്രൂ കോപ്പി. അവാർഡ് വരെ കിട്ടും തോന്നുന്നു. ട്രൂ കോപ്പിയാണ്. ട്രൂ കോപ്പി ഞാൻ അറിയാൻ കാരണം ഞാൻ പ്രീഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പിന്നെ ദ സിറ്റി ലൈറ്റ് എന്ന ചാർലി ചാപ്ലിന്റെ ഒരു കഥ ഉണ്ടായിരുന്നു. സിറ്റി ലൈറ്റ്. അതന്നെ, അത് ചെറിയാന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയദർശനാണ്. അതെ, ഞാൻ അതിനെ കഥാപ്രസംഗ രൂപത്തിലാക്കി അമിച്ചറായിട്ട് കഥകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് അവിടെ കേട്ടവര് പറഞ്ഞത് എന്നിഷ്ടം നിന്നിഷ്ടത്തിന്റെ കോപ്പിയാണ്. അന്വേഷണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്നിഷ്ടം നിന്നിഷ്ടത്തിന്റെ കോപ്പിയല്ല, ഈ നോവലാണ്, ഈ ഓട്ടോബയോഗ്രഫിയാണ് ഈ ആലപ്പി എടുത്ത് സിനിമയാക്കിയത്. അപ്പം എല്ലാം കോപ്പിയാണ്. വായിച്ചിട്ട് അതിനകത്തുള്ള സ്നേഹവും കാര്യങ്ങളും എങ്ങനെയാണെങ്കിലും മഹാഭാരതം എടുത്ത് വെച്ച് വായിച്ചിട്ട് വേറെ രീതിയിൽ എഴുതി ഒരു സിനിമ ഉണ്ടാക്കും. അതിന് അവാർഡ് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. എത്ര രീതിയിൽ കഥാപാത്രമാക്കി അവതരിപ്പിച്ചു. അതന്നെ പ്രഭു ഇന്ന് ഞാൻ അന്തം വിട്ട് പിന്നെ ഇതിനകത്ത് ഈ സാധന പറഞ്ഞേക്കുന്ന ന്യൂസുകൾ എവിഡൻസ് വെച്ച് പറഞ്ഞതാണ്. ബെന്യാമിൻ എഴുതിയ മലയാളത്തിന്റെ തനി ഇംഗ്ലീഷ് ഒരു കഥയുണ്ടായിരുന്നു. ആ കഥ മൊത്തം ട്രൂ, അത് തന്നെ ട്രൂ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വന്നേക്കുന്നു. മലയാളീകരിച്ചില്ലേ? പക്ഷെ മലയാളീകരിക്കുമ്പോൾ വിവർത്തനം എന്നേ പറയത്തുള്ളേ. മലയാളീകരിച്ചില്ലേ? അത്രയും ചെയ്തില്ല. റിട്ടേൺ പോയി ജീവിച്ചു പോട്ടെ. സാഹിത്യ അവാർഡ് കിട്ടിയ കഥയാണ് ആടുജീവിതം.
ഞാൻ അതാണ് ചോദിക്കുന്നത്. എനിക്ക് വലിയ പിടിയില്ല. ഞാൻ ആടുജീവിതം വായിച്ചിട്ടുണ്ടോ? ആടുജീവിതം അത് തന്നെ. ആടുജീവിതം ഞാൻ വായിച്ചിട്ടുണ്ട്. സിനിമ ആവുകയല്ലേ, ഇപ്പൊ സിനിമ ഇറങ്ങാൻ പോവാണ് പൃഥ്വിരാജിന്റെ നായകനാക്കി. നല്ല പടമായിരിക്കും, നല്ല കഥ, നല്ല സിനിമയായിരിക്കും, നല്ല സിനിമയായിരിക്കും. എന്തായാലും കൊള്ളാം. അപ്പൊ എന്തായാലും നമ്മള് തീർച്ചയായിട്ടും രാജീവ് പ്രഭു ഹരേ കൃഷ്ണ, നന്ദന നന്നു ഹരേ കൃഷ്ണ, ജയപ്രകാശ് അമൃത മാതാജി ഹരേ കൃഷ്ണ, കീർത്തന ഹരേ കൃഷ്ണ, സുരേഷ് ഗോപി പ്രഭു അവർക്ക് ഹരേ കൃഷ്ണ. ആരാണ് വിട്ടുപോയത്? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. യുവൻ പ്രഭു, വിസ്മയ മാതി ഹരേ കൃഷ്ണ, പ്രഹ്ലാദ് ചേട്ടൻ ചേച്ചി ഹരേ കൃഷ്ണ, സുശീം പ്രഭു ഹരേ കൃഷ്ണ. പ്രസിദ്ധമായ രാജ്മോഹനെ കണ്ടില്ല. പിന്നെ അതുപോലെ അവരൊന്നും കണ്ടതേ ഇല്ല. രാജ്മോഹൻ ഇന്നലെ മെനങ്ങാന്നൊക്കെ മിസ് കാൾ അടിച്ചായിരുന്നു, പിന്നെ വിളിച്ചപ്പോ എടുത്തില്ല. പിന്നെ അതുപോലെ